വ്യാജന്മാരുടെ കാലമാണിത്. ഡോക്ടർമാർക്കിടയിലും വ്യാജന്മാർ ഏറെയുണ്ട്. ചികിത്സയിലല്ല ഇത്തരം ഡോക്ടർമാരുടെ ശ്രദ്ധ, പക്ഷേ ചികിത്സിക്കാൻ മിടുക്കരാണെന്നാണ് ഇവരുടെ ഭാവം. ഹലോ, ഞാനാണ് ഡോക്ടർ. നിയന്ത്രിക്കണവിടെ. പിന്നെ രോഗികൾ മൊത്തം തിരക്കാണ്, ഭയങ്കര ബിസിയാണ് ഞാൻ. അപ്പൊ നമുക്ക് ഇന്ന് വെച്ചേക്കുന്ന സിനിമ നമുക്ക് നാളെ പോവാം. ഇന്ന് തന്നെ പോണമെന്നാ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. ഇന്ന് ഭയങ്കര രോഗികൾ ഒരുപാടുണ്ട്, ഇന്ന് നടക്കില്ല. ഇപ്പൊ റിലീസായ സിനിമയാണ്, പഴയ സിനിമയൊന്നും അല്ല. നാളെ ചെന്നാലും ടിക്കറ്റ് കിട്ടും. അത്ര നിർബന്ധമാണ്, നീ പോയിക്കോ. സെവനിടും. ഞാൻ പറഞ്ഞേക്ക്, ഞാൻ നാളെ വന്നിട്ട് പോവാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് രോഗികളുണ്ട്, പിന്നെ എമർജൻസി ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ അനുസരിക്ക്, ചീത്ത പറയാതെ. എന്താ ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു. ഓക്കെ, ഇല്ല ഞാൻ വരാം, നോക്കട്ടെ. വളരെ തിരക്കായ സമയത്ത് മൊത്തത്തിൽ ആൾക്കാരായിരിക്കും. എങ്ങനെയെങ്കിലും സ്വകാര്യമായിട്ട് കുറച്ചേരം ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല. സൂസിയാണെങ്കിൽ ഇന്ന് വളരെ കാലം കൂടി ഇത്തിരി ആത്മാർത്ഥത്തോട് പെരുമാറിയതാണ്, അതും ഒക്കെ നശിപ്പിച്ചെടുത്ത്. എന്തായാലും കിടന്നു വാ. ഭാഷ 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 ആരാണ് നീ? ആരി ഏതൊക്കെ കണ്ട മൃഗങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് കയറ്റിവിടെ ഇവന് ബോധമില്ല. അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ 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 സാധനങ്ങളാണ് പോന്നേക്കണത്. നീ പഞ്ചാബ്, ഉറുദു, കർണാടക, മറാഠിയോ, ബംഗാളി, നേപ്പാളി അല്ലെങ്കിൽ എരപ്പാളിയാ? ഏതാണ് നീ? പൊന്നെ ദൈവം, ഭാര്യക്കോടി എല്ലാം കൂടി അങ്ങനെ തന്ന് കുളിച്ചിട്ട് വെള്ളം കളയരുത്. കുട്ടികൾക്ക് പേരെല്ലാം മഷിയായിട്ട് ഉപയോഗിക്കാം. കേട്ടല്ല, ഒന്ന് തൊട്ടോട്ടെ. മീശ കർപ്പിക്കാനാണ്. അസലായിട്ടുണ്ട്. എന്താ അതിന്റെ പേരെന്താണ്? എന്ത്? എന്റെ പൊന്നോ, ഇവനെ ആരാണ് ഈ സാധനങ്ങൾ? അല്പം പോലും ബുദ്ധി. എടാ, നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ട്? ആരാ വന്നേക്കണം? ഗുഡ് മോർണിംഗ് ഡോക്ടർ. മാഡം ഇരിക്കൂ. അയ്യോ, മാഡത്തിന്റെ വീട്ടിൽ വേലക്കാരനാണോ ഇത്? പഞ്ചസാര കൂടെ കാപ്പിപ്പൊടി ഡോക്ടർ, എന്റെ ഭർത്താവ് അത്. ഇത് ഭർത്താവോ? എന്താ ഇത്? എന്താ പറയാ? ഡോക്ടറെ പോടാ. ക്ഷമിക്കണം ഡോക്ടർ, പുള്ളിക്കാരന്റെ ഒരു ഹോബി അത്. എന്റെ ദൈവമേ, മാഡത്തിന്റെ ഹസ്ബൻഡാണ്? എന്റെ ഹസ്ബൻഡ്. എനിക്ക് അൺകോൺഷ്യസ്, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഡിസ്പോസിബിൾ വെറൈറ്റി ഓഫ് ദ ഡിസ്നട്സ്. സമ്മതിച്ചിരിക്കുന്നത് ഞാൻ. അതൊക്കെ പോട്ടെ, ഇങ്ങനെ അടുത്ത് വരൂ. ഇത് എത്ര സ്ത്രീധനം കൊടുത്തിട്ടാണ് മാഡം ഇവനെ ഭർത്താവായിട്ട്? 2 ലക്ഷം രൂപ, 2 മാരുതി കാറും. 2 ലക്ഷം രൂപ 2 മാരുതി കാറും ഇവന് കൊടുത്തിട്ടാണോ ഇവന്റെ ഭാര്യയായിട്ട് നിങ്ങൾ പോയത്? പക്ഷെ ഞാൻ കൊടുത്താലേ എനിക്ക് ഇങ്ങോട്ട് അവിടെ നിന്നല്ലേ എരിമ എന്ന DHMS DLP പാസ്സായിട്ടുള്ള ഒരു ഡോക്ടറെ എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എരിമയെന്ന് വിളിക്കണം. ക്ഷമിക്കണം ഡോക്ടറെ, പുള്ളിക്കാരൻ എരുമയും പോത്തിനും കണ്ട തിരിച്ചറിയത്തേയില്ല. പല പിടുമരണങ്ങളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പെട്ടുപോയ ഒരു പിടുമരണത്തിന് ഞാൻ ആദ്യമായിട്ട് കണ്ടു. മേഡത്തിന് ഇതിന്റെ ആവശ്യമായിരുന്നില്ല കേട്ടാ. മേഡത്തിന് ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ ഈ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയെങ്കിലും. ഇതിപ്പോ പെട്ടുപോയി. കേൾക്കുന്നുണ്ടല്ലോ, എന്താ അസുഖം? എന്താണ് മേഡത്തിന്? ഡോക്ടർ എന്തിനാണ് കൂടിയ പോലെയാണ് സൂര്യന്റെ അടുത്ത്? മിണ്ടരുത്, നീ മിണ്ടരുത്, നീ ശബ്ദിക്കരുത്. കേക്കട്ടെ ഡോക്ടറെ, ഞാൻ ഉറങ്ങാൻ നേരത്തെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാം ഡോക്ടറെ.
സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം എന്ന് പറഞ്ഞ ഒരു അൺകോൺഷ്യസ് ഡിസോൺഷ്യസ് സംഭവങ്ങളാണ്. മനുഷ്യന്റെ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥ തലത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പറയുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന രീതിയിൽ നമ്മൾ അല്ല അതിങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസുകൾ നാടിയെടുപ്പിന്റെ സെറിബ്രത്തിന്റെ ഉറപ്പുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്ക ജ്വരങ്ങൾ കാര്യങ്ങളെല്ലാം ഭരിക്കും. എന്താണ് വലിയ തമാശക്കാരനാണല്ലേ? കുഴപ്പമൊന്നുമില്ല. ശ്വാസം മേലോട്ട് എടുത്ത് മേലോട്ട് കുറച്ചും കൊടുത്ത് എല്ലാ കവളാപ്പിള് പോലെ ഇരിക്കുന്നു. മേടൊക്കെ സത്യം പറഞ്ഞ പെട്ടുപോയതാണ്ട് ഇത്. പൊള്ളാച്ചിൽ നിന്ന് എരുമ പലമ്പുഴ ഡാം കണ്ടതുപോലെ ഇപ്പൊ ഇതൊക്കെ. സ്വപ്നം കാണാറുണ്ടല്ലേ? ഇത് ഏതാണ് സാധനം? നിനക്ക് ഏത് ഭാഷ അറിയാടാ? നിനക്ക് ഏത് ഭാഷ അറിയാം? നിനക്ക് എടാ നീ ആദ്യം ചുവരെ മലയാളം പറയാൻ പഠിക്കുന്നു. എന്ത് എന്താണ്? നീ പോമോനെ ദിനേശ്. നീ മാറിക്കട ദിനേശ. പക്ഷെ അവിടെ നിന്നോട്ട് എന്റെ ഹസ്ബൻഡ് അല്ലേ ടിങ്കു. ഡോക്ടറെ ഞാനേ ഉറക്കത്തിലേ ഭയങ്കരമായിട്ട് സ്വപ്നം കാണോ ഡോക്ടറെ? മറിക്കും. ഉറക്കം നന്നായിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു കുഴപ്പമാണത്. സാരമില്ല, ആഴ്ചത്തേക്ക് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ആരും കൂടെ നിൽക്കണമെന്നില്ല. അയ്യോ അഡ്മിറ്റ് ചെയ്യണ്ട ഡോക്ടർ. പേടിപ്പിക്കുന്ന ടൈപ്പ് സ്വപ്നങ്ങളാ. ഏത് സ്വപ്നങ്ങളാണ് കൂടുതലും കാണുന്നത്? ഡിസ്കവറിയോ അല്ലെങ്കിൽ ജിയോഗ്രഫിയോ? അതല്ല, പിന്നെ പേടിപ്പിക്കുന്ന ടൈപ്പ്. ഏത് ടൈപ്പാണ്? ജിയോഗ്രഫി ജുറാസിക് ആണോ? അതല്ല. ഡിനോസർ ആണോ? അല്ല. ഡ്രാക്കുളയാണോ? ആ ഊളയല്ല. പിന്നെ ഏത് ഊളയാണ്? ഒരു പ്രത്യേക ടൈപ്പ്. ഞാൻ ഓർത്തു കഴിഞ്ഞാൽ ഭീകരജീവി, ഭയാനകമായിട്ടുള്ള ആ ജീവിയെ സ്വപ്നം കാണുന്നു. ധൈര്യമായിട്ട് പറയൂ. പാറ്റക്കുട്ടിയില്ലേ ഡോക്ടർ? ബേബി പാറ്റ, സ്മോൾ പാറ്റയില്ലേ? ഈ പാറ്റക്കുട്ടി കാലിലൂടെ നക്കുന്നതായിട്ട് സ്വപ്നം കാണാം ഡോക്ടർ. പാറ്റക്കുട്ടി കാലിൽ നക്കുന്നതായിട്ട് സ്വപ്നം കാണാം. പേടിക്കുന്നു. ഉറക്കമനിയില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15 വർഷമായി. നീ മിണ്ടരുത്, നീ സംസാരിക്കരുത് എന്റെ അടുത്ത്. വെറുക്കപ്പെട്ട ജന്തുവാണ് നീ പറയും. 15 വർഷം. 15 കൊല്ലമായി. 15 കൊല്ലമായിട്ട് ഈ എരുമ മോറന്റെ കൂടെ ജീവിച്ചിട്ട് ഭയമില്ലാത്ത നിങ്ങൾ കേവലം ഒരു പാറ്റക്കുട്ടിയെ കണ്ടപ്പോൾ സ്വപ്നം കണ്ട് ഞെട്ടുന്നു, പേടിക്കുന്നു. ഈ ഊളമ ഡയലോഗ് പറയാൻ വന്നത് ഒരു ചിരി കൊണ്ട് മലയാളക്കരയെ മുഴുവൻ കീഴടക്കി മിമിക്രി വേദികളിൽ നിന്ന് സിനിമാ വേദിയിലുമെത്തി ഹാസ്യത്തിന് 100,000 ഭാവങ്ങൾ നൽകിക്കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശ്രീ കലാഭവൻ മണി. കൊമേഡിയിൽ നിന്ന് വില്ലൻ വേഷങ്ങളിലും എത്തി നിൽക്കുന്ന അദ്ദേഹം ഇന്ന് മലയാളികൾക്ക് ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമോ, മധുരമുള്ള നാടൻ പാട്ടുകളെ കൊണ്ടും മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഇടം നേടിക്കഴിഞ്ഞു. ശ്രീ കലാഭവൻ മണി ആലപിച്ച ഒരു മധുരമായ നാടൻ പാട്ട്. ചിരിക്കുമ്പോ പെണ്ണേ നീ ചമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറുത്തുണ്ടെങ്ക പെണ്ണേ നീ വെള്ളാരം കല്ലും പെഞ്ഞാമൽ പടം വെച്ച കണ്ണല്ലേ പുന്നാരെ പുന്നാരെ എന്റെ പൊന്നും കൂട്ടുക്കേ നീ ചന്തെങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറു ചുണ്ടെങ്ക പെണ്ണേ നീ മെഞ്ഞാമൽ പടം വച്ച കണ്ണല്ലേ இந்த பானங்குல போல கிடக்கும் முடியല്ലേ കാഞ്ഞിര കാതല് പോലെ കടഞ്ഞൊരുമയല്ലേ റോഡിനിറങ്ങി ഇടവഴി വച്ചെന്ന്
ഞാനൊരു മെയ്യല്ലേ റോഡിനിറങ്ങിയിട വഴി വച്ചെന്ന് സ്വന്തം വീട്ടഞ്ചാറ് വട്ടം ഞാൻ നോക്കിലടി പെണ്ണേ പുത്തൂരം പെണ്ണേ നീ തല്ലും താടയും പഠിച്ചൊരു ചേകൊത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണന്തിനാ പിന്നെ ആരായാലേതായാലും ഒരു തുണ വേണ്ടേടി ഞാനായാലെന്തടി കുറ്റം പൊന്നും കൂട്ടിക്കേ നീ കന്യാമുടി പുത്തൂരം പെണ്ണേ നീ കല്ലും താടയും പഠിച്ചൊരു ചേകൊത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണന്തിനാ പിന്നെ ആരായാലേതായാലും ഒരു തുണ വേണ്ടേടി ഞാനായാലെന്തടി കുറ്റന്റെ പൊന്നും കൊടുക്കേ നീ പൊന്നാരെ എന്റെ പൊന്നും കൊടുക്കേ നീ ചന്തങ്ങിൻ കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചാമ്പക്ക ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരം കല്ലും പെഞ്ഞാവും പടം വെച്ച കണ്ണല്ലേ. ആനകളെ ഇഷ്ടമല്ലാത്തവരാരാണ്? കുട്ടിക്കാലത്ത് ആനയെ ഒന്ന് തൊട്ടു നോക്കാനും അതിന്റെ അരികിൽ നിൽക്കാനും നാം ഏറെ കുതിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് മലയാളികൾക്ക് ആനയെ ഭയമാണ്. കാരണം ടിവിയിലൂടെയും മറ്റു പത്രമാധ്യമങ്ങളിലൂടെയും ആനയുടെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഹാസ്യത്തിന്റെ പുതിയ മേശിപ്പുറങ്ങൾ തേടി നാം ഇന്ന് ഒരു ആനപ്പാപ്പന്റെ അരികിൽ എത്തുകയാണ്. നിന്നോട് ഒരു കമ്മെടുക്കാൻ ഞാനില്ല. നീ എന്നെ തട്ടിവിടെ കൊണ്ടിട്ടില്ലേ? നമ്മുടെ കുഞ്ഞിന്റെ കമ്മൽ വിളക്കാൻ പോയ തട്ടാനയിൽ പോയപ്പോൾ ഞാൻ അവനെ വിളിച്ച് തട്ടാനേന്ന്. നീ എന്നെ തട്ടി കുട്ടിരുഷാ നമ്മുടെ മുത്തേ. നമസ്കാരം. നിങ്ങളുടെ പേര് എന്ത് ഇപ്പൊ പറഞ്ഞ സാധനം അല്ല? നമസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാണ്. ചേട്ടാ, അതെ, ഞാൻ ഈ ആനയെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാ. ആനയെ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? കഴിഞ്ഞ ആഴ്ച ഒരുത്തുമ്പോ ആനയുടെ പിണ്ടത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ. ഇപ്പൊ ആനയെ കുറിച്ച് കുട്ടിരുഷോ ചേട്ടാ, ഈ ഒരു യഥാർത്ഥ ആനയുടെ ലക്ഷണം എന്തൊക്കെയാണ്? യഥാർത്ഥ ആന ലക്ഷണം യഥാർത്ഥ ആന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ആനക്ക് 4 കാലുണ്ടാവും. ഈ 4 കാല് കഴിഞ്ഞാൽ അവന് 2 കൊമ്പുണ്ടാവും. ഈ കൊമ്പിന്റെ ഇടയിലൂടെ ചെറിയൊരു തുമ്പിക്കൈ. അതാണ് ലക്ഷണം. പിന്നെ കറക്റ്റ് ഒരു ലക്ഷണത്തെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുപ്പായിരിക്കും. കുട്ടികൃഷ്ണ പോലെ. ചേട്ടാ, ഈ ആനക്ക് മതം പൊട്ടണം എന്ന് പറയണല്ലോ, എന്താ സംഭവം? നിനക്കൊരു മതം ഉണ്ടോ? ഉണ്ട്. എന്ത് മതം? ഞാൻ ഹിന്ദു. എന്റെ പേര് പ്രകാശൻ. പ്രകാശന് ഒരു മതമുണ്ട്. അതുപോലെ ഇവനും ഉണ്ട് മതം. നമ്മുടെ ആനക്ക് ഇവനെ കൊണ്ട് അമ്പലപ്പുറമ്പിൽ കയറ്റുമ്പോ അന്യജാതിയിലെ ആനക്കാരനും കൂടെ അമ്പലപ്പുറമ്പിൽ കയറും. അപ്പൊ പിന്നെ മതം പൊട്ടും. അത്രയുള്ളൂ സംഗതി. ചേട്ടാ, ഈ ആനയുടെ തുമ്പിക്കയില്ലേ ചേട്ടാ, ഈ ഫ്രണ്ടിൽ വന്നേക്കണം എന്തുകൊണ്ടാണ്? പുറയില് വാലായി പോയില്ലേ? നമുക്ക് എന്തെങ്കിലും ഗുണവനെ. ഇപ്പൊ ചേട്ടാ, ഈ ആന എപ്പോഴും ഇങ്ങനെ ചെവിയാട്ടൻ എന്തുകൊണ്ടാണ്? ആന അഹങ്കാരം. അഹങ്കാരം. നിനക്ക് 2 ചെവിയുണ്ട്, നീ ആട്ടണ്ട. എനിക്ക് 2 കുഞ്ഞു ചെവിയുണ്ട്, ഞാൻ ആട്ടലില്ല. അപ്പൊ അവന്റെ അഹങ്കാരം. ചേട്ടാ, ഈ ആനപ്പക എന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ, അതെന്താ സത്യത്തിൽ? ആനപ്പക ഇവൻ ആറാ പകയൻ. ആനപ്പക അറിയാൻ മേലാത്ത പകയൻ. ഒരു ദിവസം പറക്കി ഞാൻ തിടമ്പുവാട്ട് മുമ്പേ കുട്ടീഷൻ തോട്ടിയാട്ട് പറയാൻ. എന്ത്? അശ്ശേ, ഞാൻ തോട്ടിയാട്ട് മുമ്പേ പോണു. കുട്ടീഷൻ തിടമ്പുവാട്ട് പറയാൻ പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ചെറുതം കൂടെ വിട്ടാ പോലെ ഒരു സ്മോള് നമുക്ക് എന്നാത്തിണ്ടാ ഒരു പുള്ള് അതങ്ങോട്ട് വിട്ടപ്പോ ഇപ്പൊ നോക്കിയിരിക്കുക കുട്ടീഷൻ. അവിടെ നമ്മള് കൊടുത്തില്ല. ആരും കണ്ട നമ്മളെ ഉത്തരല്ലേ, ലിവർ കംപ്ലൈന്റ് വരില്ലല്ലോ. പറഞ്ഞു ചേടാ. ഞാനൊന്ന് കൊടുത്തില്ല. ഇനി ഇവൻ എന്തെന്നറിയോ, ഞാൻ തിടമ്പ് പിടിക്കാൻ അവന്റെ പുറത്ത് കയറിയപ്പോ അവൻ നടക്കണ കംപ്ലീറ്റ് 11 കേവിൽ അതിന്റെ കീഴ്മ കൂടെടാ കറണ്ട് അടിച്ച് ഞാൻ ചത്തുവാനെ.
ഒടുവിൽ അമ്പലത്തിൽ കയറിയപ്പോ ആർച്ചുമ തട്ടി എന്റെ തലേന്ന് പൊട്ടി കണ്ടില്ലേ? അയ്യോ, അപ്പൊ ചേട്ടൻ ഒന്ന് കുഞ്ഞു കൊടുത്താ പോരെ? കുട്ടികൃഷ്ണൻ കുഞ്ഞെന്ന് വിചാരിച്ച് അവൻ കുഞ്ഞില്ല, അത്ര ഭയങ്കരാണ് അവൻ. കുട്ടികൃഷ്ണ നമ്മളെ മുത്ത. ചേട്ടാ, ഈ ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടില്ലെന്ന് പറയണ്ടല്ലോ, എന്തുകൊണ്ടാ? പിന്നെ പശുവിനെ അവിടെ കൊണ്ട് കെട്ടും. എടാ, ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടിയ പശുവിനെ നിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടുവാ? ഈ എനിക്ക് പൊക്കോണോ കുട്ടികൃഷ്ണ നമ്മളെ മുത്തേ. ചേട്ടാ, ഈ ആനയുടെ കണ്ണില് 2 സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിനക്കറിയില്ല. ഇല്ല. എടാ, ആനയുടെ കണ്ണ് ഫ്രണ്ടിലായിരുന്നെങ്കിൽ നെറ്റിപ്പൊട്ടം കെട്ടുമ്പോ ഇവന് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പരാതി കൊടുത്ത് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കല്ലേ. നീ കുട്ടികൃഷ്ണൻ ചോദിച്ചിട്ടില്ലേ ഇത്തിരി ഉള്ളിലോട്ട് കയറിയാ അപ്പൊ തലയാത്ര വേണ്ട. ചേട്ടാ, ഈ കുട്ടികൃഷ്ണന്റെ കണ്ണിന്ന് എപ്പോഴും ഇങ്ങനെ കണ്ണീര് വന്നിട്ടിരിക്കണ എന്തുകൊണ്ടാണ്? തങ്കണം തങ്കണം. നിനക്ക് തങ്കണം വരാറില്ലേ? അപ്പൊ നീ കരയാറുണ്ടോ? അതുപോലെ അവന് സങ്കടം വരുമ്പോ അവൻ കരയും. എന്ത് സങ്കടം? കറുത്തുപോയില്ലടാ, കറുത്തുപോയി. പിന്നെ വെളുക്കാൻ ഇച്ചിരി പെറാലോലിയൊക്കെ വാങ്ങിച്ച് തേക്കുന്നുണ്ട്. വെളുത്ത് എന്റെ കുടുംബം വെളുത്ത്. ശരി. ചേട്ടന് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? തൃപ്രയാറ് പൂരം. അങ്ങനെ ഒരു പൂരം ഉണ്ടോ? ഇല്ല, തൃപ്രയാറ് പൂരം. പൂരം കഴിഞ്ഞ് ഞാൻ കുട്ടികൃഷ്ണനെ അമ്പലപ്പുറമ്പ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ 2 ആനപ്പൊണ്ട് എടുത്ത് തലവനാക്കി കയറി നല്ല ഉറക്കമാണ്. അപ്പൊ ആന പിണ്ട ഇട്ടില്ലെങ്കിലാ തലവേദനയാകും. അത് ഞാനിങ്ങനെ പോരാത്രിക്ക് എന്നെ ആരോ തോന്നണ പോലെ എനിക്കൊരു തോന്നല്. ആരോ തോന്നണേ നമ്മുടെ കുട്ടികൃഷ്ണ. ഞാൻ നോക്കിയപ്പോ ഇവനൊരു പന്തിപ്പാട് ഇളകാനുള്ളൊരു ലക്ഷണം. ഒരു പന്തിപ്പാട് ഇളകാനുള്ള നമ്മളാരാള്. ഞാൻ നേരെ അങ്ങോട്ട് ഓട്ടോണ്ടെടുത്ത് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാ. ഒറ്റ ഓട്ടാണ് ഓടി. ഞാൻ ഓടണ്, കുട്ടികൃഷ്ണൻ പുറകെ ഓടണ. ഞാൻ ഇന്നെ ഓടണാണ്, കുട്ടികൃഷ്ണൻ എന്റെ പുറകെ ഓടണ. ഞാൻ ഓടണ്, ഈ കുട്ടികൃഷ്ണൻ കൊച്ചമ്മാടി എന്റെ പുറകെ ഓടണ. മനസ്സിലായി ചേട്ടൻ ഓടണേ കുട്ടികൃഷ്ണൻ പുറകെ ഓടാ. എനിക്ക് മനസ്സിലായെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞാ മനസ്സിലായിരുന്നു. വെറുതെ എന്നെ കൊണ്ട് 3 വട്ടം പറയിപ്പിച്ച് അവിടെ നമ്മളെ അമ്പലപ്പുറമ്പിലെ ഊട്ടുവരയുടെ മതിലും വെച്ചെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കാണ്. ഞാൻ ഇങ്ങനെ നിൽക്കണു, കുട്ടികൃഷ്ണൻ ഓടി വന്ന് ഇങ്ങനെ നിൽക്കണ്ട. എന്തിന്? ഉമ്മ വെക്കാൻ. എടാ കുത്താൻ. ഞാൻ ഇങ്ങനെ നിൽക്കണു, കുട്ടികൃഷ്ണൻ ഇങ്ങനെ നിൽക്കണ്. ഞാൻ ചെന്ന് അമ്പലപ്പുറമ്പിലെ ഊട്ടുവരയുടെ മതിലും വെച്ചെന്ന് ഇങ്ങനെ നിൽക്കണ്ട. കുട്ടികൃഷ്ണൻ വന്ന ഇങ്ങനെ നിൽക്കണ്. ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കാണ്. മനസ്സിലായ? കുട്ടികൃഷ്ണൻ വന്ന് ഇങ്ങനെ നിൽക്കണ്. 3-ാം പാപ്പാന്റെ ആവം വന്ന് തോറ്റായിട്ട് ഇങ്ങനെ നിൽക്കണ്. ഞാൻ ഇങ്ങനെ നിൽക്കണം. കുട്ടികൃഷ്ണൻ നമ്മളെ കുട്ടികൃഷ്ണൻ വന്ന് ഇങ്ങനെ, 3-ാം പാപ്പാൻ ഇങ്ങനെ. ചേട്ടൻ മനസ്സിലായത്? ആദ്യം പറയണ കിഴങ്ങാൻ മനസ്സിലാന്ന്. ഇപ്പൊ ആറാ അവസാനം 3-ാം പാപ്പാൻ തോട്ടി എടുത്ത് കുട്ടികൃഷ്ണനെ ചെവിടുമ്പോ ഒറ്റപ്പിടുത്തം പിടിക്കണം കണ്ട് കുട്ടികൃഷ്ണൻ തിരിഞ്ഞ് കാലുകൊണ്ടോ ഒറ്റ അടിയാണ്. സച്ചിൻ തെണ്ടുൽക്കർ ഇത്ര അടിക്കണ പോലെ അമ്പലത്തിന്റെ ഗാലറി പോയി കുട്ടികൃഷ്ണൻ വീണ്. അമ്പലത്തിന്റെ ഗാലറിയാ? ഇപ്പൊ പിള്ളേരെല്ലാം തുറന്ന തലയിലടാ. ശ്രീകോവിൽ അന്ന് പണ്ടത്തിലെ അത്ര സാധനമാണ് അവൻ. അവസാനം വീണ് കഴിഞ്ഞപ്പോ അവന്റെ മുണ്ട് ഉറിഞ്ഞു മതിലുമേ തട്ടി പോയി. അത് എടുക്കാൻ വേണ്ടി അവനൊന്ന് പൊന്തി മേപ്പോട്ട്. അവിടെ തന്നെ വീണ് മയ്യം. പിന്നെ അത്ര ഭയങ്കരം. കുട്ടികൃഷ്ണ നമ്മളെ മുത്തേ. ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്റെ അവസാനത്തെ ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം? എനിക്കൊരു ആഗ്രഹം ഉണ്ട് പോലെ. ദൈവം സാധിച്ചു തന്നാ. നമ്മള് ദൈവത്തോട് ഇന്നവർക്ക് ഒരു നെറുകോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം സാധിച്ചു തരണം. കാരണം നമ്മളാവൂല ദൈവത്തിനായിട്ടുള്ള പെരുമാറ്റം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ മോനെ, എനിക്കൊന്ന് ആനപ്പുറത്ത് കയറണോടാ മോനെ. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ദൃശ്യവിസ്മയങ്ങളുമായി ഹിന്ദി സിനിമയിലെ നൃത്തരംഗങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്താറുണ്ട്. ഇതാ നിങ്ങൾക്കായി ഒരു കിടിലൻ ഡാൻസ്.
मुसाफिर हूँ यारो ना घर है ना ठिकाना है मुसाफिर हूँ यारो ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना मुसाफिर हूँ यारो ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना एक राह रुक गई तो और जुड़ गए मैं बूढ़ा तो साथ साथ राह मुड़ गए हवा के परों पर मेरा आशियाना मुसाफिर हूँ यारो ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना जिनने हाथ काम कर इधर बिठा लिया रात ने इशारे दे उधर बुला लिया सुबह से शाम से मेरा दोस्ताना मुसाफिर हूँ यारो ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना मुसाफिर हूँ यारो ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना ചിരിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതൊരു അപൂർവ സിദ്ധിയാണ്. അത്തരം സിദ്ധിയുള്ള ഒത്തിരി കലാകാരന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മിമിക്രിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. നീ ഇത് എവിടെ പോയി കിടക്കണേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. നീ എവിടെ ഉണ്ടായിരുന്ന? നീ ഒന്നല്ലെങ്കിൽ ഒലക്കൊക്കെ തല്ലി വളർത്തണമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ പോയേക്കണത്. 9 മാസം കൂടി ഞാൻ തിരിച്ചു വന്നപ്പോ അവന്റെ വായിൽ നാക്കാൻ നിനക്ക് വല്ല അറിയാമോ? എന്താണ് ഒന്നും ചോദിക്കണല്ല, മറുപടി പറഞ്ഞവൻ. എന്തോ നാടിയത് എന്താണ് ഈ കാണാത്ത ക്രിസ്മസിന് വെട്ടാൻ നിർത്തിയേക്കണ പോലെയല്ല നീ ചീർത്ത് വന്നത്. പിന്നെ തുടങ്ങിയ കളിയാക്കല് ഞാൻ എന്റെ ആങ്ങളമാരോട് പറഞ്ഞു കൊടുക്കും. നിനക്ക് ആങ്ങളമാരല്ലാതെ നിനക്കൊരു പെങ്ങളുണ്ടാടി. ഒരു പെങ്ങളുണ്ടാ നിനക്ക്? എന്റെ ആങ്ങളമാരെ കുറ്റം പറയണ്ട, അവര് മാസം കാശ് അയച്ചിട്ടില്ല. എന്ത് കാശ് അയച്ചു തരുന്നുണ്ട്? നിന്റെ ആങ്ങളമാരെ എനിക്ക് എന്താ അയച്ചു തരുന്നത്? മസ്കറ്റിൽ ഒരുത്തരുണ്ട്, എന്താ അവന്റെ പേര്? വർഗീസൂട്ടിയാ. വർഗീസൂട്ടി ആകെ ഒരു അളിയന് തന്നെ എന്തിനാണ് 3000 ഉലുവ. കുവൈറ്റിൽ ഒരുത്തരുണ്ടല്ലോ, എന്താ പേര്? തോമസ് ഊറ്റിയാ. തോമസ് ഊറ്റി തന്നെ ആകെ 3000 രൂപ. 3000 രൂപ. ദുബായിൽ ഒരുത്തരുണ്ടല്ലോ, അവന്റെ തന്നെ അവലോസ് ഊറ്റിയാ. ഫ്രാൻസിസ് ഊറ്റി. ആ കുറ്റിയും കൂടി അളിയൻ അഴിച്ചു തന്നെയാണ് 2000 രൂപ. അങ്ങനെ 3 അളിയന്മാരും കൂടി ഒരു അളിയന് കൊടുക്കണേണ് 7000 രൂപ മാസത്തിൽ. നിന്റെ അപ്പം വയസ്സായിട്ട്
വീട്ടിൽ നിൽക്കണ്ടാണ് റിട്ടയർഡ് ആയിട്ട് എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോയിട്ടാ 6 മണിക്ക് പോയിട്ടാ എനിക്കൊരു 2000 രൂപ എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് അയച്ചു തന്നൂടെ തന്നെ അതിന്റെ ഓ ഇനി അപ്പനും കൂടി കുറ്റം കണ്ട പിടിക്കാത്ത കാര്യമുള്ളൂ. ഈശ്വരന്മാരെ എത്ര പേര് ഇടിവെട്ടി വെച്ച് മരിക്കുന്നു, എത്ര പേര് കണ്ടെയ്നർ അടിക്കുന്നു. ഇത് ഞാനൊരു പാമ്പ് പോലും കടിക്കുന്നില്ല മനുഷ്യന്. മൊബൈൽ ഫോണിന്റെ കാലഘട്ടത്തിൽ വഴിയോരങ്ങളിൽ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്ന ഒരു പൊങ്ങച്ചക്കാരനെ നമുക്ക് പരിചയപ്പെടാം. കാവ്യമാധവൻ. കാവ്യമാധവൻ. ആ അതെ, ഞാൻ ഇവിടെ എറണാകുളത്ത് നിൽക്കണ്. ആ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഞാനൊരു ജംഗ്ഷനിലേക്കാണ്. സിനിമാ താരോ വിട്ടത്. അപ്പൊ ഞാൻ എവിടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ഏത് പടത്തിലാണ് അഭിനയിച്ചോണ്ടിരിക്കണ്? മീശമാധവൻ കഴിക്ക്. ആ എനിക്ക് ഉച്ചോളി പോണം. അപ്പൊ ഞാനത് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത പടത്തിലെ നായികയാണ്. ആ ഓക്കെ 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 കാവ്യമാധവൻ. അല്ല സിനിമ താരല്ല ചേട്ടാ. ചേട്ടാ സിനിമയിലായിരിക്കണം. ഞാൻ നേരത്തെ കടന്നപ്പോ എല്ലാം മുഖപരിചയം ഉണ്ടാകട്ടാ. ഞാൻ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. എത്ര പടം എത്ര പ്രൊഡ്യൂസേഴ്സ് മോനെ ഈ വഴി കൂടെ ഓടിപ്പോയിട്ട്. ഞങ്ങള് 3 പേരുണ്ടല്ല അമേച്ചറൊക്കെ നാടകത്തിലൊക്കെ മാറിക്കിട്ടാ മാറി. ആരാണ് വിളിക്കുന്നത്? ഹലോ സംയുക്ത. എനിക്ക് ഉച്ചോളി പോണം. ഒരു മിനിറ്റ് പോ, പിന്നെ പോ. അവിടെ മാറി. ഞാനിപ്പോ കല്യാണത്തിൽ കൂടിയില്ലെങ്കിൽ നമുക്ക് ഫാമിലി ഫ്രണ്ട് അല്ലേ, നമുക്ക് അവിടെ ഇടയ്ക്ക് കൂടാം കേട്ടോ. ഓക്കെ ഓക്കെ. മധുരക്കാറ്റ് അപ്പുറത്തില്ല സംസാരിക്കും സംയുക്ത ഓർമ്മ. ആ ആ അപ്പൊ ബിജുവിനെ ചോദിച്ചാട്ട് പറയും. ഓക്കെ മധുര നമ്മൾ കാറ്റ് സംസാരിക്കരുത്, മിണ്ടരുത്. എല്ലാവരും എത്ര ടീമല്ലേ ഇത്? എനിക്ക് ഉച്ചോളി പോണം. तुम्हारे चलते होता है आप കുറച്ച് समय കൊഞ്ഞു പോവാം. ആ പിന്നെ കിസ്നഹി തമാര ഉദ്ദല होता है छोटा छोटा ചേട്ടാ ഒന്ന് കേട്ടാ മനുഷ്യക്കൊരാളെ എന്ന് കേട്ടാ ഒന്ന് ചേട്ടാ ഒരു ചേട്ടാ ഒന്ന് സംസാരിച്ചേട്ടാ. आपके दिल तो पागल गए, दिल दीवानी हो गए. ओके ചേട്ടാ ഒന്ന് കേട്ടാ. क्या समझे? ചേട്ടാ ഒന്ന് കേട്ടാ. ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ്. ഓക്കെ ഇതാരേത് ചൗളു ഞാനാണ് കൂട്ടുകാരാണ്. ഹലോ ചൗളി ജൂഗി ചൗളി കേക്കാനില്ല. വെച്ചുപോയി. ഹലോ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ. പട്ടിയച്ച തെണ്ടിയച്ച എത്ര നേരോടെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിരിക്കണേ. എനിക്ക് പഠിക്കാൻ കൊണ്ടോണം. എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് തന്നെയാണ് നിങ്ങൾ. അത് ശരി, ഇത് വെച്ചാണ് ഇന്നലെ കൊന്നറ്റം കാണിച്ചിരുന്നത്. നാനാവൂലോ. പോയി നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണോ? അവൻ പാരഡി ആണെങ്കിൽ ഞാൻ സ്മോൾ അടിയാണ്. കേൾക്കണ്ടല്ല, അത് ഇവിടെ അവനെ കടത്തിവിടും. ഒരു നല്ല ട്രാക്കാക്കി വന്നാണ്. രോഗം പിടിച്ച കമ്പൗണ്ടർ കഴിമുട്ടി പോലൊരു ഡോക്ടർ. എടാ കാശിമൊക്കെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഇട്ടേക്കണത് എന്താണെന്നറിയാമോ? എനിക്ക് വാഴാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്റെ നേഴ്സിന് എന്റെ കമ്പൗണ്ടർ എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണ് കരിമാടിക്കുട്ട നീ ഇവിടെ വന്നത്. ധൈര്യല്ല എന്നെന്നും വായുവിന്റെ കോപങ്ങളാ. രോഗങ്ങൾ വന്നാ പറഞ്ഞു നീയൊക്കെ രോഗം വന്ന് ചാകണം. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ രോഗം? എന്താണ്? തോട്ടിലെ മീനിന്റെ ഉള്ളു കുത്തിക്കേറിയാകെ പഴുത്തന്റെ തൊണ്ടാ. സ്ഥിരമായി സാധകം ചെയ്യുന്നതൊണ്ടാ. പാടിത്തഴമ്പുള്ളതൊണ്ടാ. സ്ഥിരമായി സാധകം ചെയ്യുന്നതൊണ്ടാ. പാടിത്തഴമ്പുള്ളതൊണ്ടാ. എന്താ നിന്റെ രോഗത്തിന്റെ പേരെന്താന്ന് പറഞ്ഞത്? തൊണ്ട. ഓ സാധകം ചെയ്യാനാണ്. നീ ഗായകനാണ്. നീ പാട്ട് പാടുമ്പോ പുറത്തിറങ്ങിക്കണോ അല്ലെങ്കിൽ നാട്ടുകാരെ എന്നെ തല്ലിക്കൊല്ലെന്ന് വിചാരിക്കുമല്ലേടാ. അതൊക്കെ പോട്ടെ, നീ വായൊന്ന് വിളിച്ചേ. ബാബൂട്രാ ആയു ഉമ്മും നിന്നെ ശരിയാക്കി തരാം. കേക്കണ്ടല്ല, ഇത്രയുള്ള പ്രശ്നം നിന്റെ പേരും അഡ്രസ്സും മേൽവിലാസം എഴുതിയിട്ട് ഒരു ചീട്ടെടുത്ത് പോയിക്കോളൂ. എന്താ നിന്റെ പേര്? ഒഴിവിച്ചട്ടിയുമായി മെയിൻ റോഡിൻ സൈഡിൽ ഇരിക്കും സക്കറിയ. അതിരാവിലെ ചട്ടിയെടുക്കും. ഈ സിറ്റിയിൽ ഒത്തിരി ചുറ്റും പരമാവധി പിച്ചയെടുക്കും. സക്കറിയ 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 പിച്ചക്കാരൻ സക്കറിയ. ഞാനൊക്കെ നിനക്ക് പിച്ച തന്നിട്ടുള്ളതാണ്. അതൊക്കെ നീ മറന്ന്. അതൊക്കെ ശരി. അപ്പൊ ആ പിച്ചക്കാര് സക്രിയ വയസ്സായില്ലാടാ ഇപ്പൊ നിനക്ക്? വയസ്സ് കാല രോഗം ഇതിന് ചികിത്സ കാണുമോ? അതോ
കാഞ്ഞു പോകുമോ വയസ്സുകാലം? വെറുതെ കാഞ്ഞു പോകില്ല, കാര കാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കേൾക്കണ്ടല്ല, തൽക്കാലം ഇപ്പോൾ എടുക്കാതിരിക്കുന്ന പടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കണേ. ഇഞ്ചക്ഷൻ നൽകരുതേ ദയവായി, ഇഞ്ചക്ഷൻ നൽകരുതേ. പല പല രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ, ഇവിടുത്തെ സിറിഞ്ചിന്റെ കുത്തക കൊണ്ടാൽ വന്നതേച്ചല്ലേ. പല പല രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ, ഇവിടുത്തെ സിറിഞ്ചിന്റെ കുത്തക കൊണ്ടാൽ വന്നതേച്ചല്ലേ. ഇഞ്ചക്ഷൻ നൽകരുതേ. ഞാനേ നിന്നെ എന്താ ചെയ്യേണ്ട എന്താണ് ഞാൻ? എടാ നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണുന്ന സീസാണ് നിനക്ക് അറിയാലോ എന്റെ സ്വഭാവം. എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്റെ ആൾക്കാരെ നിനക്ക് അപ്പൊ ഇൻസൾട്ട് ചെയ്യാനാണ് നിന്നെ അവിടെ ഇരുത്തിയത്. ആ ഇഞ്ചക്ഷൻ ആയിട്ട് പീരങ്കിയായിട്ട് വന്നേ. പിന്നെ മർമ്മത്ത് നോക്കിയിട്ട് നർമ്മം അറിയാവുന്നവനാണ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തവനി ഇവരൊന്നും വെച്ച് ഉറപ്പിച്ചിട്ട് കാര്യമില്ല. ഇളകാതെ നിക്ക് ഒക്കെ 3 കുട്ടികളുള്ള പെണ്ണാണത്. കേൾക്കണ്ടല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ കോൺവെന്റ് പഠിക്കണത് അസൻ കോളേജിൽ പഠിക്കണ പെൺകുട്ടിയല്ല അത്. ആ സൂചി അവിടെ ഇരിക്കട്ടെ. ഒരു വട്ടം കൂടിയാഴേസിന്റെ കൈ കൊണ്ട് ഇഞ്ചക്ഷൻ കൊള്ളുവാൻ മോഹം. ഇഞ്ചക്ഷൻ ചെയ്തൊരു സ്ഥാനത്ത് നേഴ്സൊന്ന് തിരുമി തന്നിടുവാൻ മോഹം. മെല്ലെ തടവി തന്നിടുവാൻ മോഹം. എന്റെ ഹോസ്പിറ്റലിൽ കയറി നിനക്ക് ഞാനൊരു സഹായം ചെയ്തു തന്നപ്പോ എന്റെ നേഴ്സിനെ കണ്ടപ്പോ നിനക്കൊരു പൂതി ഇല്ലേ? ഇതെന്ന് മനസ്സിലായി. നക്ഷത്രമെൻ കണ്ണിൽ തിളങ്ങി, തലക്കുള്ളിൽ മന്നിപ്പ് തുടങ്ങി. നക്ഷത്രമെൻ കണ്ണിൽ തിളങ്ങി, തലക്കുള്ളിൽ മന്നിപ്പ് തുടങ്ങി. ഒരു അല്പമെങ്കിലും ബുദ്ധിയുണ്ടാകും, ഇങ്ങനെ മന്ന ബുദ്ധി എന്തെങ്കിലും വിളിക്കാം. ഇവനൊക്കെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എന്റെ അടുത്തേക്ക് വന്നത്. ആ ഇഞ്ചക്ഷനും പാഴായി, സമയം വന്ന ട്രാക്കും കളഞ്ഞി. ഇന്ത്യൻ സിനിമകളിൽ തമിഴ് സിനിമയ്ക്ക് ഗാനങ്ങൾക്കും നൃത്തരംഗങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നൃത്ത ചിത്രീകരണം നമുക്ക് കാണാം. Gavani,
ശബ്ദതാള ലയവിന്യാസങ്ങൾ സമന്വയിപ്പിച്ച് സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അപൂർവ സുന്ദര ഗാനമാണ് അടുത്തത്. ഇന്ത്യയൊട്ടാകെ സൂപ്പർ ഹിറ്റായ വസീകര എന്ന ഈ ഗാനം ആലപിക്കുന്നു രഞ്ജിനി ജോസ്. வசீகரா என் நெஞ்சனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜன்மங்களில் நேக்கங்கள் தீரும். வசீகரா என் நெஞ்சனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜன்மங்களில் நேக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் நானே எங்குகிறேன் எங்குகிறேன் நினைவால் நானே அடமழை வரும் அது நனைவோமே குளிர் காய்ச்சலோடு சேரும் ஒரு போர்வைக்குள் இரு தூக்கம் குளிர் தொழில் பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதை தான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும். வசீகரம் என் நெஞ்சனிக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கண் என் கண்ணுறங்கா உன் ஜன்மங்களில் மேகங்கள் தீரும். தினவும் நீ குளித்தது என்னை தேடி என் சேலை உனியாலும் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று நாளிருந்து என்னை நீ அணைப்பாயே அது கவிதை. யாரேனும் மணி கேட்டால் அது சொல்லக்கூட தெரியாத காதலும் முடிவில் கடிகார நேரம் கிடையாதே. வசீகரா என் நெஞ்சனிக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜன்மங்களில் நேக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் எங்குகிறேன் எங்குகிறேன் நினைவால் நானே.
മൊബൈലേ നിൻവരവാലേ മൊബൈലേ മൊബൈലേ മൊബൈലിൽ വിളി പതിവാലേ മൊബൈലേ 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 നിൻവരവാലേ മൊബൈലിൽ 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 വിളി പതിവാലേ മൊബൈലിൽ മൊബൈലിൽ പണമാകെ ചോരുകയായി വന്നല്ലോ മുട്ടൻ വില്ല് പണമാകെ തീരുകയായി തന്നല്ലോ മുട്ടൻ വില്ല് മൊബൈലേ നിൻവരവാലേ മൊബൈലേ നിൻ ചതിയാലേ മൊബൈലേ നിൻവരവാലേ മൊബൈലേ നിൻ ചതിയാലേ മൊബൈലേ 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 മടിയിൽ തിരുകി വരുന്നടാ പറ അറിയാത്തോനും പറ വിളിയടാ ഉണ്ണിയാണ്ടി പറപ്പാണ്ടി അമ്മ നാടാകെ തെണ്ടി നടക്കും പാട്ടിക്കും മൊബൈലടാ പാടി സരസം വയ്ക്കും കൊള്ളാനായി മൊബൈലടാ തീർന്ന കളവന്മാർക്കും പണമാകെ ചോരുകയായി വന്നല്ലോ മുട്ടൻ വില്ല് പണമാകെ തീരുകയായി തന്നല്ലോ മുട്ടൻ വില്ല് മൊബൈലേ നിൻവരവാലേ മൊബൈലേ നിൻ ചതിയാലേ മൊബൈലേ നിൻവരവാലേ മൊബൈലേ നിൻ ചതിയാലേ മൊബൈലേ 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 സാധാരണ കാണാത്ത രോഗങ്ങളുമായിട്ടായിരിക്കും പലരും വ്യാജന്മാരെ സമീപിക്കുക. അത്തരമൊരു രോഗി ഈ വ്യാജ ഡോക്ടറെ കാണാൻ വന്നാൽ എങ്ങനെയായിരിക്കും? അതാണിനി നിങ്ങൾ കാണാൻ പോകുന്നത്. ദൈവമേ, അതും ഡോക്ടറെ. അതെ, നമസ്കാരം ഡോക്ടറെ. അതെ, ഡോക്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ നാളുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷം 2 വർഷക്കാലം. എനിക്ക് അതിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ ഡോക്ടർക്ക്? മനസ്സിലായില്ല. ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട്. അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ ഒരു കട നടത്തുമായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയാ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഒരു 5 വർഷം 5 വർഷക്കാലം അവിടെ അടുത്ത് എനിക്കൊരു കടയുണ്ടായിരുന്നു. കോളേജിന്റെ ഫ്രണ്ടിൽ, ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില്. സത്യം പറയാലോ, അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം. 2 നിലയുള്ള ഒരു ബംഗ്ലാവ്, AC, ഒരു കാറ്, 2 പെങ്ങന്മാരുടെ കല്യാണം, ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത്? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 2 ആഴ്ച. ഒരു വാക്ക് എന്നോടൊന്ന് പറയായിരുന്നല്ല ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക്? എനിക്ക് പരിചയമില്ലല്ലോ. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ അടുത്തൊരു കട തുറന്നിട്ടുണ്ട്, ഈ കോളേജിന്റെ ഫ്രണ്ടിൽ, മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ. അതെ, അത് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നെ. അതിന് വല്ല ഫിലിം സ്റ്റാർസിനെ വിളിച്ചപ്പോ എന്നെ വിളിക്കുന്നത്? അയ്യോ, അങ്ങനെ പറയരുത്. സാറ് തന്നെ അത് ചെയ്യണം. എന്റെ മനസ്സിന്റെ ഒരു മോഹമാണത്. അത് ശരി. അപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അതെ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട്. സത്യം. അപ്പൊ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ആക്ച്വലി എന്താണ് തന്റെ ബിസിനസ്? ശവപ്പെട്ടി കച്ചവടം. ഇറങ്ങി പോടാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇവിടെ നിന്ന് വയ്ക്കാണല്ലോ, നിനക്ക് ഞാൻ ശവപ്പെട്ടി പണി. ഇറങ്ങി പോടാ. അയ്യോ, ഇവിടെ ഒരു വൃക്ക മേടിക്കാൻ വന്നു കഴിഞ്ഞ ഇവിടെ ആരും ഇല്ലേ? ഹലോ ഡോക്ടർ. ഡോക്ടർ എന്തെടുക്കായിരുന്നു താഴെ? ഒരു വൃക്ക കാണാനില്ല, അത് നോക്കുക. വൃക്ക പോയോ? അല്ലല്ല, എന്റെ വൃക്ക അല്ല. ഇവിടെ ഞാനൊരു വൃക്ക എടുത്തു വെച്ചിരുന്നു, അത് കാണാനില്ല. അട്ടെ, നിങ്ങളാരാ? ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്. അതെ അതെ, സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. എടുക്കുന്ന ആളാണ്, വൃക്ക വാങ്ങുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ വന്നെന്താ? എനിക്കൊരു 2 വൃക്ക വേണം. വെരി അർജന്റ്. സിമ്പിൾ മാറ്റേഴ്സ്. സിസ്റ്റർ സുമ, പ്ലീസ് കം. യെസ് ഡോക്ടർ. സിസ്റ്റർ സുമ, നമ്മുടെ അലമാരിൽ പഴയ വൃക്കകൾ വല്ലതും ഉണ്ടോ?
ഡോക്ടർ 4 ജോഡി വൃക്ക ഇന്നലെ കച്ചവടം ചെയ്തില്ലേ? ഇനിയിപ്പോ 12ാം നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗിയുടെ വൃക്ക അത് നമ്മൾ ഇന്നലെ അടിച്ചു മാറ്റി വെക്കുക. അതെ 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 ഡോക്ടർ, അത് ഇന്നലെ രാത്രി പൂച്ച അടിച്ചെടുത്തോണ്ട് പോയി ഡോക്ടർ. എന്റെ ദൈവം, എന്റെ 2 ലക്ഷം രൂപ പോയി. സുമ എന്താ കാണിക്കുന്നത്? ഇതൊരു ചന്തയിൽ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ഇങ്ങനെ കാണിക്കുന്നത് സുമ. സോറി ഡോക്ടർ. സുമ, നമ്മള് ഹോസ്പിറ്റലിൽ ആരെങ്കിലും വൃക്ക അടിച്ച് മാറ്റാൻ പറ്റുമോ? അയ്യോ ഡോക്ടർ, ഇവിടെ കിടന്ന സകല രോഗികളെയും വൃക്ക നമ്മൾ അടിച്ചു മാറ്റിയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ ഡോക്ടർ, ഞാൻ കാല് പിടിക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും 2 വൃക്ക തന്നേ പറ്റൂ. ഇല്ല അവന്മാർ എന്റെ വൃക്ക അടിച്ചോളൂ. താൻ ആളോട് വിളിച്ചു പറ, തന്റെ വൃക്കയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റു. വിളിച്ചു പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, എന്റെ അപ്പച്ചി 2 വൃക്ക എങ്ങനെ? ഹലോ ഹലോ, വൃക്ക ഇവിടെ റെഡിയാണ്. ക്യാഷ് അവിടെ റെഡിയാക്കി വെച്ചോളൂ. എല്ലാം ഓക്കെയാണ്. ഇവിടെ സാരമില്ല, പേടിക്കണ്ട കേട്ടോ ഡോക്ടർ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും ഒന്ന് കറക്കി എടുത്തോണ്ട് വരാം. നീയാണ് യഥാർത്ഥ സിസ്റ്റർ. നിനക്ക് ഇന്നു മുതൽ ഞാൻ 25 രൂപ കൂട്ടി തന്നിരിക്കും ശമ്പളം. മിസ്റ്റർ, അപ്പൊ തനിക്ക് പഴയ വൃക്ക വേണോ അതോ പുതിയ വൃക്ക വേണോ? എനിക്ക് പഴയ വൃക്ക ഒന്നും തരരുത്. എനിക്ക് നല്ല പെടപെടാന്ന് പഠിക്കുന്ന നല്ല പച്ച വൃക്ക കിട്ടണം. പടപ്പൻ വൃക്ക. അതെ. അപ്പൊ റേറ്റ് കൂടും. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഒരു 8 ലക്ഷം രൂപയെങ്കിലും ആവും. 8 ലക്ഷം രൂപ നോ പ്രോബ്ലം. ഇത് മുഴുവനും നല്ല നോട്ടുകളാണ്, നിറച്ചും. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ദൈവമേ, എന്റെ ഹോസ്പിറ്റലിന്റെ 2ാം നില പൂർത്തിയായി. എന്റെ മകളുടെ എൻട്രൻസും. ഹലോ മിസ്റ്റർ, എന്താ പേരെന്ന് പറഞ്ഞേ? മാധവൻ. നിങ്ങൾക്കൊരു 6 വൃക്ക കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു? ഹലോ, എന്തോ ഇന്നലെ തന്ന വൃക്ക വർക്ക് ചെയ്യുന്നില്ലെന്നോ? ഇവിടെ ചകല ചക്കക്കുരു പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക തനിക്ക് അങ്ങോട്ട് എടുത്തത്. നല്ല അബ്ദ വൃക്കൊന്നുമില്ലേ? നിങ്ങൾ സാധനം ഫിറ്റ് ചെയ്തോ? എന്നാ അതിന്റെ സൈഡിലൊന്ന് തട്ടി വയ്ക്കേ, അപ്പൊ ഓടിക്കോളൂ. ഇല്ല, തട്ടി നോക്കണേ. ഓരോരുത്തന്മാരെ വൃക്ക കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൊണ്ട് ഇങ്ങോട്ട് വരാം. നല്ല പയറ് പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക ഞാൻ കൊടുക്കുക. അതിപ്പോ വർക്ക് ചെയ്യലുണ്ട്. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ? അതിനൊരു കംപ്ലൈന്റും ഇല്ല. ഇല്ല, കംപ്ലൈന്റ് ഒന്നും. എന്താ ഇത്ര ഉറപ്പെന്താ? ഇവിടെ എന്റെ അച്ഛന്റെ വൃക്ക ഉണ്ട്, എനിക്കറിയാൻ പാടില്ലേ? ഇന്നലെ പനിയായിട്ട് വന്നപ്പോ പുള്ളിയുടെ ഞാൻ അടിച്ചു മാറ്റിയത്. എന്റെ വൃക്കയുടെ കാര്യം അത് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ അത് അടിച്ചു മാറ്റി തരാം. അല്ല, ഞാൻ പുതിയ വൃക്ക തരാമെന്ന് പറയരുത്. അവളിങ്ങോട്ട് വന്നോട്ടെ. കാര്യമൊക്കെ കാര്യം. എനിക്ക് തരുന്ന വൃക്കയിലും മുറിവോ ചതവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഫ്രഷ് വൃക്കയായിരിക്കണം. ഞാനിത് ആരോടെ ചൂടാവുന്നത്? ഇവിടെ 10-25 വർഷമായിട്ട് ഒരുപാട് വൃക്കകൾ എടുത്ത ഗവൺമെന്റ് ഡോക്ടറാണ് ഞാൻ. എന്നെ വൃക്ക എടുക്കാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ വെറുതെ തമാശക്കൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അത് ശരി. അപ്പൊ ശരി, എല്ലാം പറഞ്ഞത് ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. അയ്യോ, ഞാൻ വഴിയെ പോയപ്പോ സൈറ്റ് അടിച്ച് കാണിച്ചതാ. എന്റെ കൂടെ ഇങ്ങ് പോകുന്നു. അത് ശരി. സിസ്റ്റർമാരായാൽ ഇങ്ങനെ വേണം. നിനക്ക് ഇന്ന് മുതൽ ഞാൻ ഒരു 50 രൂപ കൂട്ടിത്തരും. അയ്യോ, അകത്ത് പോ. ഇങ്ങോട്ട് വാ. തന്നെ അവിടെ പോകും. ഇരിക്കൂ. വേണ്ട, നോ പ്രോബ്ലം. ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെ പറയാതെ ഇരിക്കേ. ഞാൻ പറയുന്നേക്ക്. ഇരുന്നോളൂ, മടിക്കണ്ട. അതെ, എന്താ പേരെന്താ? പേര് PP, ഷോർട്ട് ഫോം. PP? അതെ, പാലത്തിങ്കൽ പത്രോസ്. അത് ശരി. പത്രോസിന് എന്താ പണി? പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. ഭയങ്കര കഷ്ടപ്പാടാണല്ലേ? അപ്പോ ഈ പത്രോസിന് ഞാൻ കുറച്ച് പണം അങ്ങോട്ട് തരികയെന്ന് വിചാരിക്കുക. കുറച്ച് പൈസ തരുന്നെന്ന് വിചാരിക്കുക. പത്രോസ് എന്ത് ചെയ്യും? ഞാനും കൂട്ടുകാരന്മാരും കൂടി അടിച്ചു പൊളിക്കും. ഉറപ്പാണ്. ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികയാണെങ്കിൽ പത്രോസ് തിരിച്ചെനിക്ക് എന്ത് തരും? എന്ത് വേണം സാറിന്? എനിക്കെന്തും തിരിച്ചു തരും. ഉറപ്പാണ്. എനിക്കൊരു വൃക്ക വേണം. വൃക്കയോ? 1 or 2 വൃക്ക എത്ര വെള്ളം എടുത്തു, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പോ കൊച്ചു കള്ള. ഡോക്ടറിന്റെ പത്രോസ് പോലെ എഴുതേക്കൂ. കാണട്ടെ, ഞാനൊന്നു കാണട്ടെ. ഇതെന്താ ഇവിടെ ഒരു വലിയ മുറിവ്? അതെ, ഇന്നാളൊരു ദിവസം വെള്ളമടിക്കാൻ കാശില്ലാതെ വന്നപ്പോ വേറൊരു ഡോക്ടർ ഒരു കിഷ്ണി കൊടുത്തന്നെ. കിഷ്ണി കൊടുത്തോ? എന്റെ കാലമാട, നീ എന്തിനാണ് എന്നോട് ചതിയത്? അതിനിപ്പോ ഡോക്ടറിന് കിഷ്ണിയല്ലല്ലോ, വൃക്കയല്ലേ ആവശ്യം. എടാ, ഈ കിഷ്ണി തന്നെ ഈ വൃക്ക. പറഞ്ഞു മനസ്സിലായി? അതെ, അന്നാ ഡോക്ടർ എടുത്ത ഡോക്ടർ എന്നാ പറഞ്ഞെന്നറിയോ? എന്ത് പറഞ്ഞു? ഡോക്ടർ പറയാ,
ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു കിഡ്നി മുളച്ചു വരുന്നു. ആ നീ ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരുന്നു. നീ കുറച്ച് ഫാക്ടം പോസുകൾ സിസ്റ്റർ സുമോ, ആ പുറത്തിരിക്കുന്ന കാലമാടനോട് പറ വേണമെങ്കിൽ ഈ കിഡ്നി വന്നെടുത്തോണ്ട് പോവാൻ. എന്നാലും ഞാൻ ഇത് തരത്തില്ല. सारी दुनिया के है संगीत मैं अकेली रब्बा 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 बेयादा कोई नहीं और रब्बा 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 बेयादा कोई नहीं और रब्बा 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 सारी दुनिया के है संगीत मैं अकेली रब्बा 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 रब्बा
മലയാളിയുടെ മനസ്സിലെന്നും മായാതെ മറയാതെ നിൽക്കുന്ന ഒട്ടനവധി പഴയ സിനിമ ഗാനങ്ങളുണ്ട്. മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പഴയ ഗാനം തേടി തേടി ഞാനലഞ്ഞു. ഈ ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നത് കലാഭവൻ സാബു. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളാ, ഹൃദയം തേടും ആശകളാ. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളാ, ഹൃദയം തേടും ആശകളാ. തേടി തേടി ഞാനലഞ്ഞു. സ്വരത്തിൽ അലിയാൻ കേഴും നിൻ ശ്രുതി തൻ തുടിയെവിടെ, എവിടെ നിൻ ശ്രുതി തൻ തുടിയെവിടെ, എവിടെ എവിടെ എവിടെ. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളാ, ഹൃദയം തേടും ആശകളാ. തേടി തേടി ഞാനലഞ്ഞു. വാടിയിൽ നീ പാടുകയോ, എന്നുമെന്നും നിന്നെ തിരയും എന്റെ വേണു തളരുകയോ, തളരുകയോ എന്റെ വേണു തളരുകയോ, തളരുകയോ തളരുകയോ. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളാ, ഹൃദയം തേടും ആശകളാ. തേടി തേടി ഞാനലഞ്ഞു. സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്കും ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക്കുമെല്ലാം നമ്മുടെ മനസ്സിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയി. ഇന്ത്യൻ സിനിമയുടെ മുഖ്യധാരയിൽ സത്യജിത് റേയും അരവിന്ദനും അടൂരുമെല്ലാം അവാർഡ് സിനിമകളുടെ വക്താക്കളായി മാറി. ഇതാ നിങ്ങൾക്കായി ഒരു അവാർഡ് സിനിമയുടെ പ്രസക്തമായ ഭാഗങ്ങൾ. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കാട്ടിൽ കൊട്ടും കാട്ട്.
വലിക്കണ്ടായിരുന്നു. വീണ്ടും വലിക്കണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇല്ല. ഈശ്വര, അങ്ങോട്ട് നീങ്ങുക. ഇരിക്കുക. ഒരു പുക. ഒന്ന് ഇങ്ങോട്ട് തരിക. ബോഡി കണ്ടിട്ട് മേമന ഇല്ലത്തെ കുട്ടിയുടേതാണെന്നാണ് തോന്നുന്നത്. ബാല്യക്കാരിയുമാവാം. ഈശ്വര, ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുന്നല്ലോ. ആരാ? ഞാനാ. നീയും വന്നോ? വരേണ്ടി വന്നു. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ഭഗവാനെ. മേനോൻ അവിടെ ഇരിക്കുക, സഹിക്കുക. സഹിക്കാൻ പറ്റില്ല കേട്ടോ. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ? എല്ലാവരെയും അറിയിച്ചു. മൂലംകുഴിയിൽ സുരേന്ദ്രൻ, അവൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. പോലീസുകാര് അറിഞ്ഞാൽ വരാതിരിക്കില്ല. കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കടവിലേക്ക് നീങ്ങാം. ഈശ്വര, கொஞ்சம் நெருப்பு ஒன்றாக சேர்த்தால் எந்த
நன்று கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்தன் கண்கள் கொஞ்சம் மிருகம் கொஞ்சம் மிருகம் கொஞ்சம் கழகம் கொஞ்சம் கடவுள் ஒன்றாக சேர்த்தால் எந்தன் நெஞ்சம் சந்திரலேகா கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்த்தால் எந்தன் தேகம் கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்தன் கண்கள் கொஞ்சம் மிருகம் கொஞ்சம் மிருகம் கொஞ்சம் கடவுள் கொஞ்சம் கொஞ்சம் ஒன்றாய் சேர்த்தால் எந்தன் நெஞ்சம் சந்திரலேகா ജനം പലവിധമാണ്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തുക മിമിക്രിക്കാരെ സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നല്ല നിരീക്ഷണബോധം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഏത് ദിവസം പത്രം തുറന്നു നോക്കിയാലും ഒരു പേജ് നിറയെ അപകട വാർത്തകൾ കാണാം. ഇന്നിവിടെ ഒരു അപകട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വാഹന അപകടം നടക്കുന്ന സ്ഥലത്തെ ആൾക്കൂട്ടത്തിന്റെ പ്രതികരണ രീതികൾ നർമ്മരൂപത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇല്ലെന്ന് രാവിലെയാണ് നടന്നത്. 5 മണിക്കാണ് സംഭവം. 5 മണി വെളുപ്പിന് 5 മണിക്കാണ് ഹമ്പ് വേണ്ടതാണ്. എന്ത് പണി? അതിന് ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് ഗുരുവായൂർ തീർത്ഥയാത്ര കഴിഞ്ഞ ഒരു കുടുംബത്തിൽ 5 പേര് അവര് മാരുതി കാറിലായിരുന്നു. അപ്പൊ ആ കാറ് ഒരു ലോറി ഡ്രൈവറുടെ ശ്രദ്ധക്കുറവാണ്. ഒരു ലൈലാൻഡ് ലോറിയുടെ താഴേക്ക് മാരുതി കൂറ് അത് ഇടിച്ച് കയറ്റി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും എത്ര മണിക്കായിരുന്നു ഈ സംഭവം? സംഭവം നടന്നത് വെളുപ്പിന് 5 മണിക്കാണ്. 5 മണിക്കാണ്. 5 മണി 4:60 ആര് ഒരു തെമ്മാടി ഒരുത്തരോട് ഞാൻ ചോദിച്ചപ്പോൾ 4:60 അല്ല ചേട്ടൻ ഇപ്പൊ കാര്യം പറഞ്ഞ മനസ്സിലായ? ഒരു കുടുംബത്തിൽ 5 പേര് ഒരു ലൈലാൻഡ് ലോറിയുടെ അടിയിലേക്ക് കയറിപ്പോയി മാരുതി. അത് ഈ ലോറി ഡ്രൈവറുടെ ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. കുടുംബമല്ലാണ്ട് ഒരു കുടുംബത്തിൽ 5 പേര്, 2 സ്ത്രീകളുണ്ടായിരുന്നു, മരിച്ചും പോയി. ഒരു കുടുംബത്തിൽ ശരിക്കും ഇവിടെ എന്താ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാരുതി കാർ ഇവിടെ ഒരു ലോറി മുന്നേ അങ്ങനെ കാലത്ത് 5 മണിക്ക് കിടന്നാണ്. ഈ വളവുള്ളതുകൊണ്ടാണ് വളവ് വെളുപ്പിനാണ് സംഭവം. ഒരു ആട് വട്ടം ചാടി. ആട് വട്ടം ചാടി. ആടിന് വല്ലതും പറ്റിയ? ആടിയത്തുപോയി. തള്ളാടിന്ന് പൊട്ടിക്കായി. തള്ളാട് പൊട്ടിക്കഴിഞ്ഞു. ചേട്ടൻ എന്തൊക്കെ പറയണത്? കുടുംബം പോറ്റണ ആടാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. 5 മനുഷ്യന്മാരെ എത്തിറങ്ങുന്നതിന് കുഴപ്പമില്ലേ? 5 പേർക്കും പരാതിയില്ലല്ല. പക്ഷെ തള്ളാടിന്റെ വീട്ടുകാർക്ക് പരാതി ഉണ്ടാവില്ലേ? തള്ളാട് താൻ ആരാ എന്താ പറയണത്? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടില്ല. ചോദിക്കണത് മനസ്സിലായി. അല്ലെങ്കിൽ ദണ്ഡവാണി എവിടുന്ന് വന്നത്? ശരിക്കില്ലേ മരിച്ച ടീം അതിന് മുമ്പ് ജീവിച്ചിരുന്ന ടീമാണ്. എന്റെ പൊന്നിയേട്ടാ, ഞാൻ മരിച്ചവർ അതിന് 5 മിനിറ്റ് മുമ്പ് ജീവിച്ചിരുന്നവരല്ലേ? പിന്നെ ഈ ടീം മനഃപൂർവ്വം ഇവര് കൊണ്ടുവന്ന കാറ് കൊണ്ടുവന്നിട്ട് ഈ ലോറിയുടെ സെറ്റപ്പിന്
ഒപ്പിച്ചു കൊടുത്താണെന്ന് ഞാൻ ചേട്ടൻ മലയാളത്തിൽ 2 പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ പൊക്കെ പോ. ഇവിടെ തട്ടരുത്. എന്താണ് ഇവിടെ തട്ടരുത്? ഇവിടെ തട്ടുന്ന കളി വേണ്ട. എന്താ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കല്ലച്ചെടുക്കണേ. എന്നാ പൊക്കെ താൻ പോ. മറ്റത് സെറ്റപ്പ് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. പോ. എന്താ ചേട്ടാ ഈ ടീം എന്ന് പറഞ്ഞല്ലോ, ആ ഉവ്വ ഫാമിലി എന്ന് പറഞ്ഞു. ഫാമിലി പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇത് പീഡന കേസ് അങ്ങനെ ടീം പോലൊരു എന്ത് വർത്താനം പറഞ്ഞ വൃത്തിയാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ അറിയാൻ പാടില്ലേ? അയാളൊന്നും അങ്ങനത്തെ വൃത്തിയുടെ മനുഷ്യനൊന്നുമല്ല. ഈ മരിച്ചവരോട് ചോദിച്ചാൽ എവിടെ ഉള്ളവരാണെന്നല്ലോ ചോദിച്ചത്. മരിച്ചവരോട് ചോദിച്ച് ഇയാളെ പടന്നു വന്നിരിക്കണം. അങ്ങനെ എന്ത് താൻ പറയണത്? ശരിക്കും കുഴപ്പമാണ്. കുഴപ്പം ലോറി ഡ്രൈവറാ. എനിക്കൊന്നും അറിയില്ല, അതൊന്നും കണ്ടില്ല. ആ ലോറി ഡ്രൈവറുടെ കുഴപ്പം. അയാളെ കൈ കിട്ടിയല്ലേ ഇവിടെ? അയാൾ ഓടി രക്ഷപ്പെട്ടോണ്ടാ. അതാണ് ശരിക്കും നമ്മൾ ഈ സംഭവം നടക്കും. എന്റെ പൊന്നിയേട്ട മലയാളത്തിൽ 3-4 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ 5 പേര് അപകടത്തിൽ മരിച്ചു. മരിച്ചവർക്ക് പരാതിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. മരിച്ചവർക്ക് അവരെവിടെ ഉള്ളവരാണെന്ന് ചോദിച്ചു. ഏത് വണ്ടിയാണ്, ഏത് രജിസ്ട്രേഷനാണെന്നുള്ള അറിയോ? ആലപ്പുഴ വണ്ടിയാണ്. ആലപ്പുഴ വണ്ടി എടുത്തുകൊണ്ട് വഴിക്ക് പോലീസ് പിടിക്കുന്നുള്ള ഒരു കള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഡ്രൈവർ ഇടപെട്ട് വണ്ടി ഗുണം അല്ല ചേട്ടൻ വിട് വിട് അല്ലെ വിട്ടുപോ. അല്ല വിട്ടുപോ. ദണ്ഡവാണി ദണ്ഡിനടിക്കും ഞാൻ ഇവിടെ മര്യാദ. എനിക്കൊന്നും അറിയില്ല, അന്ന് കണ്ടില്ല. അവിടെ സംസാരിക്കുന്നതോട് വന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ശരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കുറെ നേരം ഇവിടെ സംസാരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായ? മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ. ഒരു കുടുംബത്തിൽ 5 പേർ മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നോട് ഒരു 4-5 പേര് മരിച്ചു. ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ ബാക്കി 4 പേര് മരിച്ചെന്ന് പറയും. ഇപ്പൊ പോയപ്പോ ഒരു ഫാമിലി പോയി. ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ തന്നോട് മലയാളത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിൽ 5 പേര് മരിച്ചു. ഞാൻ താൻ കുറെ നേരത്തെ ഇവിടെ വന്ന് ഇത് അന്വേഷിക്കണല്ലോ. താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? കുറെ നേരം താൻ ചോദിക്കണം. താൻ ആരാടോ? താൻ പഞ്ചായത്ത് മെമ്പറാണ്, വാർഡ് മെമ്പറാണ്, പോലീസ് ഇൻസ്പെക്ടറാണ്, ഫയർഫോഴ്സുകാരാണ്. താൻ ആരാടോ? ഞാനൊരു ഡ്രൈവർ. അത് ശരി. തെന്നിന്ത്യൻ താരചക്രവർത്തിയായ രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ പടയപ്പിൽ നിന്ന് ഒരു അടിപൊളി നൃത്തരംഗം. சிங்க நடை போட்டு சிகரத்தில் ஏறு, சிகரத்தை அடைந்தால் வானத்தில் ஏறு. எம்பேரு படையப்ப, இளவட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா. நெஞ்சில் 6 படையப்ப, பின்னால் 100 படையப்ப, யுத்தம் கொண்டு வருகையில் 10 வீரல் படையப்பா. படையப்ப படையப்ப படையப்ப, பாசமுள்ள மனிதனப்பா, நாம் குழந்தையப்பா, என்றும் நல்ல தம்பி நானப்பா, நன்றி உள்ள ஆளப்பா, தாலாட்டி வளர்த்தது தமிழ்நாட்டு மண்ணப்பா. சிங்கநடை போட்டு சிகரத்தில் ஏறு, எம்பேரு படையப்பா, இளவட்ட நடையப்பா, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்பா. நெஞ்சில் 6 படையப்பா, பின்னால் 100 படையப்பா, யுத்தம் கொண்டு வருகையில் 10 வீரல் படையப்பா. பாசமுள்ள மனிதனப்பா, நாம் ஈச வச்ச குழந்தையப்பா. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്ക് കൈരളി ചാനലിന്റെ വാതായനങ്ങൾ നിങ്ങൾ തുറക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അപൂർവ പ്രതിഭയെ നമ്മൾ കാണാറുണ്ട്. കൈരളി ചാനലിൽ സൂപ്പർ ഹിറ്റായി മാറിയ അശ്വമേധം എന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് നിങ്ങൾക്ക് നർമ്മത്തിൽ കുതിർത്തി ഒരു അശ്വവധം എന്ന പ്രോഗ്രാം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. വൃശ്ചിക മാസം 1-ാം തീയതി വ്രതശുദ്ധിയോടെ മാലകിട്ട് അയ്യപ്പ മുദ്രയണിഞ്ഞ് ശരണം വിളിച്ച് 41 ദിവസത്തെ വ്രതാനുഷ്ഠത്തിന് ശേഷം മുറ്റത്തൊരു പന്തലിട്ട് കെട്ടുന്തലയിലെയും എരുമയിൽ വന്ന് പേട്ടയും തുള്ളി വാവര സ്വാമിക്ക് കാണിക്കയും വിട്ട് പമ്പയിൽ വന്ന് പമ്പ സ്നാനം കഴിഞ്ഞ് പമ്പ സദ്യയും കഴിച്ച് കരിമലയും നീലിമലയും ചവിട്ടി അപ്പാച്ചിമെട്ടിലുണ്ടെങ്കിൽ ശരംകുത്തിയാലൊന്ന് വിശ്രമിച്ച് 18-ാം പടി തേങ്ങയുമെടുത്ത് 18 പടിയും നമസ്കരിച്ച് കയറി അയ്യപ്പ ദർശനം നടത്തി തിരിച്ചിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർ പരസ്പരം വിളിക്കുന്നതും സ്വാമി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഞ്ചുമനയുള്ള 5 വയസ്സുകാരി ചിഞ്ചുമോൾക്ക് അശ്വമേധം വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിർത്തി പാളയത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നേ ധീരമായി വിരുമാറുകാട്ടി വിജയം കൈവരിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ, സോൾജിയർ, ജവാൻ, സൈനികൻ. അദ്ദേഹം എന്നെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മത്സരത്തെ തിരഞ്ഞെടുക്കാനുള്ള സൂചനകൾക്ക് ഞാൻ കിടക്കുന്നു. മറ്റൊന്നുമല്ല, കിട്ടുന്നതിന് മുമ്പ് വിശ്രമമില്ലായ്മ, കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം വിശ്രമം. എന്താണത്? സർക്കാർ ജോലി. സർക്കാർ ജോലി വളരെ കറക്റ്റ് ആൻസർ ആണ്. താങ്കൾക്ക് മത്സരിക്കാം, ഈ കസേര നശ്വമത്തിൽ പങ്കെടുക്കാം. കമാൻ. അശ്വമേധം കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. വളരെ നല്ല അഭിപ്രായം. എന്താണ് താങ്കളുടെ ഹോബി? എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയാണ്. ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളി താങ്കൾ ബാറ്റ്സ്മാൻ ആണ്, ബൗളറാണോ? ഞാൻ ഉള്ളി ബാറ്റ്സ്മാൻ. ബാറ്റ്സ്മാൻ. അപ്പോ ഒരുപാട് റൺസുകൾ അടിച്ചു കൂട്ടാറുണ്ട്? ഉള്ളി 6ഉം 4ഉം മാത്രം അടിക്കാറുണ്ട്.
അതെന്താണ് 6ഉം 4ഉം മാത്രം ഓടിക്കുന്നത്? വെറുതെ അപ്പുറത്തെ ഫീലേഴ്സ് ഇട്ട് ഓടിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സിംഗിൾസ് ഒന്നും എടുക്കത്തില്ല, 6ഉം 4ഉം മാത്രമാണ്. പുള്ളി 6 4 അടിച്ച് പൊക്കിറങ്ങി. ഓക്കെ, താങ്കൾ സിനിമകൾ കാണാറുണ്ടോ? പിന്നെ ആരെയാണ് കൂടുതൽ ഇഷ്ടം? മോഹൻലാൽ. മോഹൻലാലിനെ എനിക്കും ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ഒരുപാട് ഒട്ടനവധി ചിത്രങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. മിന്നാരമുള്ളടക്കം താളവട്ടം പടയോട്ടം കുഞ്ഞാറ്റൽ കൂടെ കൂടിന്തടി വിഷ്ണുലോകം മൂന്നട്ടം സുമിത്ര വിളിക്കുന്നു അമൃതങ്ങമ ആട്ടക്കലാശി ജപ്പിക്കൽക്ക് സ്പടിയം കമലം നെന്മാങ്കുമ്പത്തി രാജമോഹൻ 20 നൂറ്റാണ്ട് അങ്ങനെ പോകുന്നില്ല മോഹൻലാൽ നിരകൾ. താങ്കൾ മോഹൻലാൽ അവസാനം കണ്ട ചിത്രം ഏതാണ്? അവസാനം കണ്ട സിനിമ മോഹൻലാലിന്റെ പട്ടാളം. അപ്പോൾ താങ്കൾ മോഹൻലാലിനെ അറിയാവുന്ന വ്യക്തിയാണ്. നല്ല മനുഷ്യനല്ലേ. സന്തോഷം. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് പെട്സൺ. പെട്സൺ വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ പെട്സൺ പേഴ്സണലായിട്ട് മറുപടി പറയും. തീർച്ചയായിട്ടും പറയും. പെട്സൺ പേരിടാൻ കാര്യം എന്താണ്? അതായത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസങ്ങൾ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഞാൻ ജനിച്ചു. അതുകൊണ്ട് എനിക്ക് പെട്സൺ എന്ന് പേരിട്ടു. ഒരുപക്ഷെ താങ്കളുടെ അച്ഛന്റെ വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് ജനിച്ചതെങ്കിൽ താങ്കൾക്ക് എന്ത് പേരിട്ടേനെ? അതറിയാൻ പോലെ താമസൻ എന്ന് പേരിട്ടു. താംസൺ എന്ന വാക്കിന്റെ അർത്ഥം നിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ അലകയുണ്ടായി. താംസൺ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെട്സൺ നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്. താങ്ക് യു മിസ്റ്റർ പെട്സൺ. എവിടാണ് വീട്? എന്റെ വീട് കൊച്ചി. കൊച്ചി കണ്ണു വരച്ച് വേണ്ട, കൊല്ലം കണ്ണു നിലം വേണ്ട, അമ്പലപ്പുഴ വേല കൊണ്ടു അമ്മയും വേണ്ട. ഇതൊക്കെ ഇവിടെ പറയണം. എന്തെങ്കിലും ഒക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ജനങ്ങളെന്ന് വിചാരിച്ചു. വെറുതെ വെറുപ്പിച്ചോ. കൊച്ചിയിൽ എവിടാണ്? കൊച്ചിയിൽ കളമശ്ശേരി. ചെറുശ്ശേരി, തലശ്ശേരി, കോഴഞ്ചേരി, ചങ്ങനാശ്ശേരി, കളമശ്ശേരി. ഇത് ശരിയാണോ? ഇത് ശരിയാതെ എനിക്ക് തോന്നൽ എടുത്തിരിക്കുക. കൊച്ചിയിൽ ജനിച്ച കളമശ്ശേരിക്കാരനായിരുന്ന വളരെ പെട്ടെന്ന് ജനിച്ചുകൊണ്ട് പെട്ടെന്ന് എന്ന് പേരിട്ട് വളരെ താമസിച്ച് ജനിച്ചില്ലെങ്കിൽ താമസം എന്ന് പേരിടായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്. 2 പ്രാവശ്യം സ്വാഗതം. ഐ ആം പക്ക ഫ്രോഡ്. അല്ല കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡീസലായിട്ട് പറയാം. ആണല്ലേ? ഇന്ത്യൻ? മലയാളി? നേപ്പാളി, എരപ്പാളി, വഴക്കാളി? പുരുഷൻ? വെട്ടൂർ പുരുഷൻ? ഇപ്പോൾ മെയിലാണ്. ഇമെയിൽ ആർമേ നമ്പർ 2 മദ്രാസ് മെയിൽ? താങ്കൾ വിവാഹിതനാണ്? കുട്ടികൾ? 4 പേര്. കലാസാഹിത്യം, സാമൂഹിക, മതപരം, ആത്മീയം ഇതിലേതെങ്കിലും ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? രാഷ്ട്രീയം, രാജാവ്, പടയാളി, സ്വാതന്ത്ര്യ സമര സേനാനി? കിട്ടിയ പോയിക്കോട്ടെ. സ്വാതന്ത്ര്യ സമര സേനാനി? കിട്ടിയെങ്കിൽ എനിക്ക് പണിക്കോ സമയം അതാണ് കിട്ടിയെങ്കിൽ പറഞ്ഞോട്ടെ. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്? എങ്ങനെ? താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്? ഉണ്ട്. ഇല്ല. ഇല്ല. ഉണ്ട്. ഓക്കെ, താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്? ഇല്ല. മിസ്റ്റർ പെട്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും ഒന്ന് പറയുക. ഉല്ല. മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പെട്സൺ. ഉല്ല. മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ച പെട്സൺ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്. 4 മിസ്റ്റർ പെട്സൺ, താങ്കൾ കുടിക്കും? പിന്നെ കാലത്ത് ഇനേക്കണം അതിനുവേണ്ടി മാത്രം. വലിക്കുമോ? ഇത് കഴിഞ്ഞ ഒടുക്കത്ത വലിയ മുറുക്കുമോ? ഇത് രണ്ടും കഴിഞ്ഞ ഒടുക്കത്ത മുറുക്കാണെന്നേ. വിളിക്കുമോ? ആരാ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കൂട്ടിനെ വിളിക്കുമോ? താങ്കൾ ഓസിയർ അടിക്കുമോ, പിയർ അടിക്കും, പിന്നെ ബ്ലൂ അടിക്കും, ബോർ അടിക്കുമ്പോൾ ബാരിക്കേറി ബിയർ അടിക്കാറുണ്ട്. ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ടോ? എന്താണ് കഴിച്ചിരിക്കുന്നത്? സീസർ. ഒന്ന് ഊതിക്ക്. ഓപ്പിയ. മനസ്സിലായ എന്നിട്ട് മുള പറയണം. ഷോ ഇട്ടാൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ 10 ടു, താങ്കൾ ബാക്കി ഇട്ടാൽ മതി. ടച്ചിങ് സ്പാനൽ ഉറപ്പല്ല. മദ്യപിക്കുന്നതിന് വേണ്ടി ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഫോർ ക്വാർട്ടർ. നോ പൈൻഡർ. എന്റെ അടുത്ത ചോദ്യം, താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ജീവിച്ചിരുന്ന കക്ഷിയാണ്? എങ്ങനെ? ജീവിച്ചിരുന്നതിന് ശേഷം മരിച്ചുപോയ കക്ഷിയാണ്? ഓക്കെ, യെസ്, നോ, സ്നോ, മിസ്റ്റർ പേഴ്സൺ, യെസ് ഓർ നോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയുക. ഓർ. എന്റെ അടുത്ത ചോദ്യം, താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരല്പ വസ്ത്രധാരിയാണ്? എങ്ങനെ? മനസ്സിലായില്ല. ഷക്കീലെ, മറിയം, രേഷ്മയും സിന്ധുവിനെയും പോലെ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന വ്യക്തി? മനസ്സിലായ? അങ്ങോട്ട് പറ പണ്ടാടുങ്ങാണ്ട് എന്നെ പരീക്ഷിക്കലട്ടെ. എനിക്ക് ഒരു അല്പ വസ്ത്രധാരിയാണെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ മനസ്സിൽ അദ്ദേഹത്തിന്റെ കിട്ടി. എന്റെ അടുത്ത ചോദ്യം, താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു? മനസ്സിലായില്ല. അങ്ങോട്ട് മനസ്സിലായില്ല. ലോക പ്രശസ്ത കോമഡി താരം ചാർലി ചാപ്ലിന്റെ തലയുടെ തൊപ്പിമാരെ വിസ്മയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, രസിപ്പിക്കാൻ കയ്യിൽ ഒരു സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ സ്റ്റിക്ക്. പൊക്കോട്ടെ, പറഞ്ഞോട്ടെ. എനിക്ക് പിന്നെ ആൾക്കാരായിട്ട് പോലെ ക്ഷമ ധരിച്ചിട്ടാണ് പറഞ്ഞോട്ട്. സഭയില്ല പണിക്കോളാണ്. ഒരു സ്റ്റിക്ക് മേന്തി നടക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ മനസ്സിൽ? അന്ന് പറഞ്ഞോട്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന 47 മുമ്പ് ജീവിച്ചിരുന്ന സാധാരണഗതിയിലാണോ മരണം? സാധാരണഗതിയിൽ ഒരു സ്റ്റിക്ക് മേന്തി നടക്കുന്ന അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ഇദ്ദേഹത്തിനും അറിയാം. മറ്റാരുമല്ല, യെസ്, ശ്രീ ഒസാമ ബിൻ ലാദൻ. ഈടാ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർക്ക് പറയാം. ഞാൻ വിചാരിച്ചത് നമ്മൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹാത്മാഗാന്ധിജിയുടെടാപ്പ. അത് ശരി, തോറ്റിട്ട് കൈയടിക്കണം. തോറ്റാലും ഞാൻ കൈയടിക്കും, ജയിച്ചാലും കൈയടിക്കണം. അതിന്റെ സ്വഭാവമാണ്. അത് ശരി. ആ സമ്മാനങ്ങൾ താങ്കൾക്ക് കിട്ടാനുള്ള സമ്മാനം. നമ്മൾ തമ്മിൽ ഇപ്പോൾ കണ്ടുമുട്ടിപ്പോൾ ഞാൻ പരാജയത്തിന്റെ കൈപ്പിൽ നിന്ന് കുടിച്ചു. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഞാൻ
വിജയത്തിന് മുന്തിരി നേര് കുടിക്കും. സത്യം. ഇങ്ങനെ പോയി നമ്മൾ തമ്മിൽ കണ്ടുകൂടും. നമ്മൾ തമ്മിൽ വീണ്ടും കാണും. ഓക്കെ ഓക്കെ ഓക്കെ. ഗോതമ്പ് വിളയുന്ന ഗുജറാത്തിലെ പോർബന്ദർ ജനിച്ച ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം പോരാടി ഇന്ത്യൻ ജനതയിൽ കണ്ണീരൊപ്പിയെടുത്ത പ്രവർത്തിക്കാലങ്ങൾ മരിക്കുക നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മ. സത്യാഗ്രഹം, നിസ്സഹകരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതുപുത്തൻ പോരാളിയെ കെട്ടിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മനസ്സിൽ വിചാരിച്ച് ഒരു പവന്റെ സ്വർണം കരസ്ഥമാക്കിയ പെട്സിന് ശേഷം ആരി ഹോഴ്സിൽ മത്സരിക്കാനുള്ള സൂചനകൾക്ക് കിടക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, മലയാള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ, മാളയുടെ മാണിക്യമുത്ത് ശ്രീ കെ കരുണാകരൻ. നമസ്കാരം സാർ. നമസ്കാരം സാറ് അശ്വമേധം കാണാറുണ്ട്? ഞാൻ അശ്വമേധം കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല അഭിപ്രായമാണ്. സാറ് അശ്വമേധത്തിൽ പങ്കെടുക്കാമെന്ന് എനിക്ക് അധികം സന്തോഷമുണ്ട്. സാറ് ആദ്യം എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. എന്റെ മകനെയും എന്റെ മകളെയും. അതെ ശരി. സാർ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ 2 ചോദ്യം ചോദിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആദ്യത്തെ ചോദ്യം, സാറിന് കേന്ദ്രം പോയി കേരളം പോയി, ഇനി സാർ എന്ത് ചെയ്യും? എറണാകുളം ഉണ്ടല്ലോ. എറണാകുളം സാർ തിരിച്ചു പിടിക്കും? തീർച്ചയായും ഞാൻ തിരിച്ചു പിടിക്കും. ഉറപ്പാണ്? ഉറപ്പാണ്. ആർ യു ഷുവർ? ഷുവർ. എന്താണ് സാർ എറണാകുളം തിരിച്ചു പിടിക്കുന്ന സാറിന് ഉറപ്പ്? ഇപ്പോഴും കോംപ്രമൈസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോംപ്രമൈസ്. അത് ശരി, കോംപ്രമൈസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എറണാകുളം തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്ത ചോദ്യം, KPCC മോന് കൊടുത്തു, KTDC മോൾക്ക് കൊടുത്തു, ഇനി താങ്കൾ? ഞാൻ KPSC-യിലേക്ക് പോകും. KPSC ഒരു നാടക ട്രൂപ്പല്ലേ സാർ? എന്തിനാണ് അവിടെ നാടകം കളിക്കാൻ പോകും? ഏത് നാടകം? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കും. KPSC-യിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കും എന്ന നാടകം കളിക്കാൻ പോകുന്ന ഇദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്. തുടങ്ങാം സാർ. തുടങ്ങാം. ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. രാഷ്ട്രീയം, രാജാവ്, പടയാളി, സ്വാതന്ത്ര്യ സമര സേനാനി, ഇതിലേതെങ്കിലും ഒന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? വളരെ കറക്റ്റാണ്. രാഷ്ട്രീയം? യെസ്. ഇടതുപക്ഷ രാഷ്ട്രീയം? കറക്റ്റാണ്. അരിവാൾ പോലെ വളഞ്ഞിരുന്ന ചുറ്റുകക്കടി കൊണ്ട് നക്ഷത്രമണ്യ മനുഷ്യനാണോ താങ്കളുടെ മനസ്സിൽ? പലപ്പോഴും നക്ഷത്രം മഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അല്ലേ സാർ? ശരി, കറക്റ്റാണ്. ദിനേശ് ബീഡി, ഗാജാ ബീഡി, സിഗരറ്റ് ബീഡി, പക്ഷേ ഇദ്ദേഹം വലിക്കുന്നത് ദിനേശ് ബീഡി അല്ലേ സാർ? അത് വലിക്കാനുള്ള യോഗ്യത ഉള്ളൂ. കോമഡി പറയുന്ന വ്യക്തിയാണ്. പലപ്പോഴും ട്രാജഡി ആകാറുമുണ്ട്. കണ്ണൂരുകാരനാണല്ലേ സാർ? കറക്റ്റാണ്. താങ്കളുടെ മിത്രമല്ല ശത്രു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാനാണ്. ശത്രുവല്ല, മിത്രമല്ല. ഇദ്ദേഹത്തിന്റെ ശത്രുവല്ല, മിത്രവുമല്ല, കണ്ണൂരുകാരനാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള അരിവാളുകൾ വളഞ്ഞിരുന്ന ചുറ്റുകടി കൊണ്ട് ആ മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. മറ്റാരുമല്ല, ശ്രീ E.K. നായനാർ അല്ലേ സാർ? കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. താങ്കൾ തോറ്റിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. താങ്കൾക്ക് ഈ കസേര നിന്ന് വിരമിക്കാം. അടുത്ത മത്സരാർത്ഥി തിരഞ്ഞെടുക്കാനുള്ള സൂചനകൾക്ക് ഞാൻ കിടക്കും. ഞാൻ ഈ കസേരയിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താ സാർ? വളരെ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു കസേരയാണ്. ഞാൻ ഇവിടെ വിരമിക്കില്ല സാർ. അപ്പൊ അശ്വമേധമാര് നടത്തും? അശ്വമേധം ഇനി മുതൽ ഞാൻ നടത്തും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും സാർ? നീ പോരാ മോനെ ദിനേശ. മലയാള സിനിമയുടെ ഒരു സംഘടന ഉണ്ട്, നടന്മാർക്ക് അമ്മ. ഈ അമ്മയുടെ പ്രോഗ്രാം നമ്മൾ എറണാകുളത്ത് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന വഴി ഉസ്താദ് ബാദുഷാ ഖാൻ ഈ വണ്ടി ഹൈജാക്ക് ചെയ്യുന്നു. നമുക്ക് ലൈവ് ഷോയിലൂടെ ഒന്ന് വീക്ഷിക്കാം. ഓഹോ എടാ, ഈ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ചില രീതിയും ഭാവവും എല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് ഈ മുകേഷ് എവിടെ പോയി കിടക്കുക? വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് ഓടി വാ. നില്ല്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എനിക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഷക്കീലയുമായി റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ആരെങ്കിലും ഇതിനെ ഇടങ്കോലിടാൻ വന്നെങ്കിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. മനസ്സിലായല്ലോ തനിക്ക്? ആര് പറഞ്ഞോ തന്നെ ഇവിടോട്ട് വരാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞാ അത് ഞാൻ തന്നെയായിരിക്കും. ഈ രൂപവും ഭാവവും ഒക്കെ കണ്ടറിഞ്ഞൂടെ അമ്മാവന്റെ വേഷം ചെയ്യാൻ എടുക്കാൻ ഞാൻ തന്നെയാണെന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ജനാർദ്ദനൻ. ഇതിനകത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ അടിച്ചു തന്നെ ഷേപ്പ് മാറ്റും ഞാൻ. അമ്മാവന്റെ വേഷം ചെയ്യുക എന്ന് പറയുന്നത് ആരാണെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. സത്യത്തിൽ ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യണമെന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാണ്. ഞാനായിരിക്കും അമ്മാവന്റെ വേഷം ചെയ്യുക എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാവന്റെ വേഷം ചെയ്യണ്ട എന്ന് കേട്ടപ്പോ എന്റെ ചെകിട്ട് തടിച്ചു പോലെ എനിക്ക് തോന്നിയത്. എന്താ ചെയ്യുക? എനിക്ക് തൃപ്തിയായി. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ചെയ്യുന്ന ഞാൻ നിൽക്കുമ്പം ഇവിടെ വന്നിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് അമ്മാവന്റെ വേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല കൂട്ട. ഇത് ഞാൻ പറയുന്നത് അവസാന വാക്ക. ഇതിനകത്ത് ആരെങ്കിലും കയറി ഇടങ്ങോലിട്ടാൽ
സമ്മതിക്കില്ല ഞാൻ. ഞാനിപ്പോ എന്താ ചെയ്യുക? എനിക്കെല്ലാം കൂടെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാരും കൂടെ കൂടി സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അയ്യോ, ഇങ്ങനെ സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാര് പറഞ്ഞു? സൂപ്പർ സ്റ്റാറിനോട് ചോദിക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്റെ ദണ്ണം അതല്ല. ഇതിനകത്ത് ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു വാക്കെങ്കിലും എന്നോട് ചോദിച്ചോ? ചോദിക്കില്ല. അതിനിവിടെ ആരും ഇല്ലല്ലോ. നിർത്തുക, എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുക. നമ്മളിങ്ങനെ ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കി ഈ പരിപാടി കുളമാക്കരുത്. വണ്ടിയിലോട്ട് കയറുക. വണ്ടിയിലോട്ട് കയറാനോ? വണ്ടിയിലോട്ട് കയറാനല്ലേ പറഞ്ഞത്? ഇതിനകത്ത് എന്താ AC ഒന്നും ഇല്ലേ? ആരാണ് മോനെ ഈ AC? പറച്ചോരെ, നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. എടോ AC എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ. നമ്മൾ താൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് വരുന്നത്. മോനെ നമ്മൾ പറഞ്ഞുതരാം, ഫിൽ ഇൻ ദ സാൻഡ് ആൻഡ് ദ ഷോ, ഫിൽ ഇൻ ദ ഹാർട്ട് ആൻഡ് ദ ഷോ. അതൊന്നും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്കൊന്നും മനസ്സിലായില്ല മോനെ. തന്നോട് പതുക്കെ വണ്ടി ഓടിക്കാനല്ലേ പറഞ്ഞത്? സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ പറയും പതുക്കെ ഓടിക്കാൻ. നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് തന്നോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടോ? താൻ ഒന്നും പറയണ്ട. എക്സ്ക്യൂസ് മീ, അപ്പൊ റിഹേഴ്സലിന്റെ കാര്യം തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇയാളോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? റോളിന് തടുക്കുക. ഒരുത്തൻ തോക്കും ചൂണ്ടി പടച്ചോനെ, അവൻ നമ്മളെ വെടിവെച്ച് കൊല്ലുമെന്നാണ് തോന്നുന്നത്. എങ്കിൽ താൻ വണ്ടി നിർത്ത്. എക്സ്ക്യൂസ് മീ, എനിക്ക് താൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ. ഞാനിനി എന്തോ ചെയ്യും എന്റെ അമ്മച്ചി? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇനി എന്നാ ഒരു കാര്യം ചെയ്യാം. പടച്ചോനെ, വണ്ടി നിർത്തുവനെ. ഇനി എന്താ ചെയ്യുക? പുല്ലേ, ഒറ്റ ഓർത്തൻ അനങ്ങി പോകരുത്. എല്ലാത്തിനെയും ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ചാക്കി കയറ്റിയെന്നൊന്നും അല്ല പറഞ്ഞത്. എല്ലാത്തിനും ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞോ? എന്റെ പാറേക്കാൽ മുത്തശ്ശി, എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇനി നിങ്ങളെ എല്ലാരെയും ഹൈജാക്ക് ചെയ്തിട്ട് എനിക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. അത് ഞാൻ എന്റെ നേതാവുമായിട്ട് സംസാരിക്കും. അതിനുശേഷം നിങ്ങളുടെ നേതാവുമായി സംസാരിക്കും. എന്നിട്ട് ഒരു തീരുമാനം എടുക്കും. ഇതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലുണ്ടല്ലോ, അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മരിച്ചുപോയ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ തനിക്ക്? ഞാന് പണ്ട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് ഹൈജാക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഹൈജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ഹൈജാക്ക് ചെയ്യുമ്പോൾ സിൽക്ക് സ്മിത ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സിൽക്ക് സ്മിത പരിചയമുള്ളതാണോ? ആണോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഹൈജാക്കിനെ കുറിച്ച് വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി വേണം. പണ്ട് ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്നെ കാട്ടിൽ മേടയിലും ഒളിപ്പിച്ചു വെക്കുകയാണ് ഉണ്ടായിരുന്നത്. തനിക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എന്നെല്ലാം പറഞ്ഞ കൂട്ടത്തില് എൻ്റെ സൂപ്പർ ആക്ഷൻ ഹീറോ ആയ എൻ്റെ സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഹൈജാക്ക് ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, ഹെലികോപ്റ്ററിൽ തൂങ്ങിപ്പോയി വേണം ഹൈജാക്ക് ചെയ്യാൻ എന്നല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒന്നും ഞാൻ നിങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇനി എന്റെ നേതാവുമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നിന്റെ നേതാവുമായിട്ടും ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഹലോ സാർ, ഞാൻ ഉസ്താദ് ബാദുഷാ ഖാൻ. ഓഹോ, ഓൻ ഉസ്താദ് ബാദുഷാ ഖാൻ അല്ലേ? അതെ സാർ, ഞാൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരെ ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഓഹോ, ഓൻ ഹൈജാക്കിന്റെ ആളല്ലേ? അതിരിക്കട്ടെ, എന്താണോ ഈ ഹൈജാക്ക്? സാർ, ഹൈജാക്ക് എന്ന് പറഞ്ഞ എല്ലാരെയും ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ഓഹോ, ഓൻ കിഡ്നാപ്പിന്റെ ആളല്ലേ? ആ റൈറ്റ്. അദ്ദേഹം ഫോൺ വെച്ചു. ഇനി ഞാൻ എന്റെ നേതാവ് വരുമ്പോ എന്താ ചെയ്യുക? എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനെയും കൊന്നുകളയാം. എല്ലാരും ചത്തു. ഇനി എന്റെ നേതാവ് വരുമ്പോ എനിക്ക് ചങ്കൂറ്റത്തോടു കൂടി നിന്ന് പറയാം, എന്റെ നേതാവ് വരുന്നുണ്ട്. നമസ്കാരം. താൻ എല്ലാവരെയും കൊന്നുവല്ലേ? അതെ സാർ, എല്ലാത്തിനെയും കൊന്ന് ഞാൻ കൊല വിളിച്ചു. താൻ കൊല വിളിക്കൊന്നും വേണ്ട. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് ഇവനെ പോലുള്ള കശ്മീരിമാരും പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളുമാണ്. എന്താണ് സാർ ഈ പറയുന്നത്? ഇതുപോലുള്ള അനുഭവങ്ങളിലെല്ലാം എന്നെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യൂ. സ്മരണ വേണം നേതാവേ, സ്മരണ വേണം. ഇതുപോലുള്ള അനുഭവം തനിക്ക് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, താൻ സ്മരിച്ചുകൊണ്ടിരുന്നോളൂ. മഴപ്രായന്റെ ചിരിയും മുട്ടനായുടെ സ്വഭാവമുള്ള ഞാൻ വരട്ടെ. നമസ്കാരം. ജയ് ഗുരുവായൂർ.
കാതല് പോലെ കടഞ്ഞൊരു മെയ്യല്ലേ റോഡിനിറങ്ങിയിട വഴി വച്ചെന്ന് പന്തം വീട്ടഞ്ചാറ് വട്ടം ഞാൻ നോക്കിയിലടി പെണ്ണ് പാനങ്കുല പോലെ കിടക്കും മുടിയല്ലേ കാഞ്ഞിര കാതല് പോലെ കടഞ്ഞൊരു മെയ്യല്ലേ റോഡിനിറങ്ങിയിട വഴി വച്ചെന്ന് പന്തം വീട്ടഞ്ചാറ് വട്ടം ഞാൻ നോക്കിയിലടി പെണ്ണ് പുത്തുരം പെണ്ണേ നീ കല്ലും താടയും പഠിച്ചൊരു ചേകുത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണൻ തീന പിന്നെ ആരായാലേതായാലും ഒരു ആൺതുണ വേണ്ടേടി ഞാനായാലന്തടി കുറ്റം പൊന്നും കൂട്ടിക്കേ നീ കുഞ്ഞിക്കന്യാമുടി പുത്തുരം പെണ്ണേ നീ കല്ലും താടയും പഠിച്ചൊരു ചേകത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണൻ തീന പിന്നെ ആരായാലേതായാലും ഒരു ആൺതുണ വേണ്ടേടി ഞാനായാലന്തടി കുറ്റന്റെ പൊന്നും കൊടുക്കേ നീ പൊന്നാരെ എന്റെ പൊന്നും കൊടുക്കേ നീ ചന്തങ്ങിൻ തങ്ങ കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണ